ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യദോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാദ്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്ദം സംസാരിണാം കരുണയാഃ പുരാണഗുപ്തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതദദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയ ഇമാ പുരോ വിഭുഃ നിർമായചേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വ്രജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം
കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. ദശമസ്കന്ധത്തിലെ 84-ാം അധ്യായമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അനേക ഋഷിമുനിമാര് ഭഗവാനെ കാണാനായിക്കൊണ്ട് സമന്ത പഞ്ചക തീർത്ഥത്തിൽ വരുന്നതും അവരുമായിട്ടുള്ള ഭഗവാന്റെ ആ ഒരു സംഗമം, സംവാദം, ആ ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ നിന്ന് 12 ശ്ലോകങ്ങൾ കണ്ടു. തുടർന്ന് കാണണം. നമുക്ക് വായിക്കാം. മുഴുവൻ വായിക്കുന്നില്ല. ഒരു 29-ാം ശ്ലോകം വരെ വായിക്കാം. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പിന്നെ വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ചതുരശീതിതമോऽധ്യായഃ. ശ്രീശുക ഉവാച ശ്രുത്വാ പൃഥാ സുബലപുത്ര്യതയാജ്ഞസേനി മാധവ്യത ക്ഷിതിപപത്ന്യൗത സ്വഗോപ്യഃ. കൃഷ്ണേऽഖിലാത്മനി ഹരൗ പ്രണയാനുബന്ധം സർവാ വിസിസ്മ്യു അലം അശ്രുകലാകുലക്ഷ്യഃ. ഇതി സംഭാഷമാണാസു സ്ത്രീഭിസ്ത്രീഷു നൃഭിർനൃഷു ആയയുർമുനയസ്തത്ര കൃഷ്ണരാമതിദൃക്ഷയാ. ദ്വൈപായനോ നാരദശ്ച ച്യവനോ ദേവലോസിതഃ വിശ്വാമിത്രഃ ശതാനന്ദോ ഭരദ്വാജോദ ഗൗതമഃ. രാമഃ സശിഷ്യോ ഭഗവാൻ വസിഷ്ഠോ ഗാലവോ ഭൃഗുഃ. പുലസ്ത്യഃ കശ്യപോത്രിശ്ച മാർക്കണ്ഡേയോ ബൃഹസ്പതിഃ. ദ്വിതസ്ത്രിതശ്ചൈകതശ്ച ബ്രഹ്മപുത്രാസ്തദാംഗിരാः. അഗസ്ത്യോ യാജ്ഞവൽക്യശ്ച വാമദേവാദയോ പരേ. താൻ ദൃഷ്ട്വാ സഹസോത്ഥായ പ്രാഗാസീനാ നൃപാദയഃ. പാണ്ഡവാः കൃഷ്ണരാമൗ ച പ്രണേമുർവിശ്വവന്ദിതാൻ. താനാനർച്ചുര്യതാ സർവേ സഹ രാമോച്യുതോർച്ചയത്. സ്വാഗതാസനപാദ്യാർഘ്യമാല്യധൂപാനുലേപനൈഃ. ഉവാച സുഖമാസീനാൻ ഭഗവാൻ ധർമ്മഗുപ്തനുഃ. സദസസ്തസ്യ മഹതോ യതവാചോനുശൃണ്വതഃ. ശ്രീഭഗവാനുവാച അഹോ വയം ജന്മഭൃതോ ലബ്ധം കാൽസ്നേന തദ്ഫലം. ദേവാനാമപി ദുഷ്പ്രാപം യദ്യോഗേശ്വര ദർശനം. കിം സ്വൽപതപസാം നൃണാം അർച്ചായാം ദേവചക്ഷുഷാം. ദർശന സ്പർശന പ്രശ്ന പ്രഹ്വപാദാർച്ചനാദികം. ന ഹ്യമ്മയാനി തീർത്ഥാനി ന ദേവാമൃച്ഛിലാമയാഃ. തേ പുനന്ത്യുരുകാലേന ദർശനാദേവ സാധവഃ. നാഗ്നിർന സൂര്യോ ന ച ചന്ദ്രതാരകാഃ. ന ഭൂർജലം ഖം ശ്വസനോദവാങ്മനഃ. ഉപാസിതാ ഭേദകൃതോ ഹരന്ത്യഗം. വിപശ്ചിതോഗ്നന്തി മുഹൂർത്തസേവയാ. യസ്യാത്മബുദ്ധിഃ കുണപേ ത്രിധാതുകേ. സ്വധീകളത്രാദിഷു ഭൗമയുജ്യതീഃ. യത്തീർത്ഥബുദ്ധിഃ സലിലേന കർഹിചിത്. ജനേഷു അഭിജ്ഞേഷു സ ഏവ ഗോഖരഃ. ശ്രീശുക ഉവാച നിശമ്യേത്തം ഭഗവതഃ കൃഷ്ണസ്യാകുണ്ഡമേധസഃ.
വചോ ദുരന്വയം വിപ്രാഹ തൂഷ്ണീമാസൻ പ്രമദ്ഭ്യഃ ചിരം വിമൃശ്യ മുനയഃ ഈശ്വരസ്യേഷിതവ്യതാം ജനസംഗ്രഹ ഇത്യൂജുഃ സ്മയന്തസ്തം ജഗദ്ഗുരും. മുനയ ഊജുഃ യന്മായയാ തത്വവിദുത്തമാ വയം വിമോഹിതാ വിശ്വസൃജാമധീശ്വരാഃ യദീശിതവ്യാ യദി ഗൂഢൈഹയാ അഹോ വിചിത്രം ഭഗവദ്വിചേഷ്ടിതം. അനീഹയേതദ് ബഹുധൈക ആത്മനാ സൃജത്യവത്യത്തി ന ബധ്യതേ യദാ ഭൗമൈർഹി ഭൂമിർബഹുനാമരൂപിണീ അഹോ വിഭൂംനഃ ചരിതം വിഡംബനം. അഥാപി കാലേ സ്വജനാഭിഗുപ്തയേ ബിഭർഷി സത്വം ഖലനിഗ്രഹായ ച സ്വലീലയാ വേദപദം സനാതനം വർണ്ണാശ്രമാത്മാ പുരുഷഃ പരോ ഭവാൻ. ബ്രഹ്മത്തെ ഹൃദയം ശുക്ലം തപസ്വാധ്യായ സംയമൈഃ യത്രോപലബ്ധം സദ്വ്യക്തം അവ്യക്തം ച തതഃ പരം. തസ്മാത് ബ്രഹ്മകുലം ബ്രഹ്മൻ ശാസ്ത്രയോനേസ്ത്വമാത്മനഃ സഭാജയസി സദ്ദാമ തദ്ബ്രഹ്മണ്യാഗ്രണീർഭവാൻ. അദ്യ നോ ജന്മസാബല്യം വിദ്യായാസ്തപസോ ദൃശഃ ത്വയാ സംഗമ്യ സദ്ഗത്യാ യദന്തശ്രേയസാം പരഃ. നമസ്തസ്മൈ ഭഗവതേ കൃഷ്ണായ കുണ്ഡമേധസേ സ്വയോഗമായയാച്ഛന്നമഹിംനേ പരമാത്മനേ. നയം വിദന്ത്യമീ ഭൂപാ ഏകാരാമാശ്ച വൃഷ്ണയഃ മായാജവനികാച്ഛന്നം ആത്മാനം കാലമീശ്വരം. യഥാ ശയാനഃ പുരുഷഃ ആത്മാനം ഗുണതത്വദൃക് നാമമാത്രേന്ദ്രിയാഭാതം ന വേദരഹിതം പരം. ഏവം ത്വാ നാമമാത്രേഷു വിഷയേഷു ഇന്ദ്രിയേഹയാ മായയാ വിഭ്രമച്ചിത്തോ ന വേദ സ്മൃത്യുപപ്ലവാത്. തസ്യാദ്യത്തെ ദദൃശിമാഗ്രിമം അഗൗഗമർഷതീർത്ഥാസ്പദം ഹൃദി കൃതം സുവിപക്വയോഗൈഃ ഉത്സിക്തഭക്ത്യുപഹദാശയ ജീവകോശാഃ ആപുർഭവദ്ഗതിം അദോനുഗൃഹാണ ഭക്താൻ. ശ്രീശുക ഉവാച ഇത്യനുജ്ഞാപ്യ ദാസാർഹം ധൃതരാഷ്ട്രം യുധിഷ്ഠിരം രാജർഷേ സ്വാശ്രമാൻ ഗന്ധും മുനയോ ദധിരേ മനഃ. തദ്വീക്ഷ്യതാനുപവ്രജ്യ വസുദേവോ മഹായശാഃ പ്രണമ്യ ചോപസംഗൃഹ്യ ബഭാഷേധം സുയന്ത്രിതഃ. വസുദേവ ഉവാച നമോ വഃ സർവദേവേഭ്യഃ ഋഷയഃ ശ്രോതുമർഹത. കർമ്മണാ കർമ്മ നിർഹാരോ യഥാ സ്യാന്നസ്തദുച്യതാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. നാരായണ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. സുസ്വാഗതം. അപ്പോൾ 3 അധ്യായങ്ങളായിട്ട് സമന്ത പഞ്ചക തീർത്ഥയാത്ര. അതിൽ 3-ാമത്തെ അധ്യായമാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭഗവാനെ കാണാനായിക്കൊണ്ട് കൃഷ്ണരാമ ദിദൃക്ഷയ മുനയഃ തത്ര ആയയുഹു. മുനിമാരവിടേക്ക് ആയാനം ചെയ്തു, വന്നു ചേർന്നു. ആരൊക്കെയാണെന്ന് പേരെടുത്ത് പറഞ്ഞു. ദ്വൈപായനൻ, നാരദൻ, ച്യവനൻ, ദേവലൻ, അസിതൻ,
വിശ്വാമിത്രൻ, ശതാനന്ദൻ, ഭരദ്വാജൻ, ഗൗതമൻ, പരശുരാമൻ, വസിഷ്ഠൻ, ഗാലവൻ, ഭൃഗു, പുലസ്ത്യൻ, കശ്യപൻ, അത്രി, മാർക്കണ്ഡേയൻ, ബൃഹസ്പതി, ദ്വിതൻ, ത്രിതൻ, ഐകതൻ, ബ്രഹ്മപുത്രാദികളായ സനകാദികൾ, അങ്കിരസ്, അഗസ്ത്യൻ, യാജ്ഞവൽക്യൻ, വാമദേവാദയോ അപരേ. അങ്ങനെ പേര് പ്രധാനികളുടെ പേരെല്ലാം എടുത്തു പറഞ്ഞ് ആദയ അപരേ മുതലായവർ മറ്റുള്ളവരും എന്ന് പറഞ്ഞു. അവരെ കണ്ട് രാജാക്കന്മാരും പാണ്ഡവന്മാരും കൃഷ്ണരാമന്മാരും എല്ലാം വേഗം എഴുന്നേറ്റ് വിശ്വവന്ദിതരായി അവരെ പ്രണമിച്ചു. അത് കഴിഞ്ഞ് രാമകൃഷ്ണന്മാരുടെ നേതൃത്വത്തിൽ മറ്റുള്ളവരും എല്ലാവരും കൂടി അവരെ സ്വാഗതം, ആസനം, പാദ്യം, അർഘ്യം, മാല്യം, ധൂപം, അനുലേപനങ്ങൾ ഇതൊക്കെ കൊണ്ട് വിധിപ്രകാരം അർച്ചിച്ചു. അതിനുശേഷം അവർ സുഖമായിരിക്കുമ്പോൾ ധർമ്മഗുപ്തനുഹു ഭഗവാൻ, ധർമ്മരക്ഷയ്ക്കായിക്കൊണ്ട് ശരീരമെടുത്തവനായ ഭഗവാൻ, ആ ബാക്കി സദസ്സിലുള്ള രാജാക്കന്മാരെല്ലാം യഥവാക്കുകളായി നല്ല വിനയത്തോടെ മൗനം അവലംബിച്ചിരിക്കുന്നതായിട്ടുള്ള സമയത്ത് എല്ലാവരും കേൾക്കെ ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു: അല്ലയോ, അല്ലെങ്കിൽ ആശ്ചര്യം, ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ജന്മമെടുത്തതിൻ്റെ മുഴുവൻ ഫലവും ലഭിച്ചവരായി തീർന്നിരിക്കുന്നു. അല്ലേ? ജന്മഭൃത വയം കാർഷ്ണ്യേന തദ്ഫലം ലബ്ധ. മുഴുവൻ ഫലവും ഒട്ടും കുറവില്ലാതെ ധന്യരായി തീർന്നിരിക്കുന്നു. അപ്പോ സാധാരണക്കാര് പ്രാകൃതന്മാർക്കൊന്നും കണ്ടുകിട്ടാത്തവരാണ് നിങ്ങൾ. ദുർലഭമായിട്ട് ഭാഗ്യം ചെയ്ത പുണ്യാത്മാക്കൾക്ക് മാത്രമേ നിങ്ങളെ ദർശനം ചെയ്യുവാനും സ്പർശിക്കുവാനും നിങ്ങളോട് ചോദ്യം ചെയ്യുവാനും നിങ്ങളെ നമസ്കരിക്കുവാനും പാദാർച്ചനാദികൾ ചെയ്യുവാനും ഒക്കെ സാധിക്കുള്ളൂ. അല്പതപസ്സുകളും വിഗ്രഹാദികളിൽ ദേവബുദ്ധിയുള്ളവരുമായിട്ടുള്ള പ്രാകൃതന്മാർക്ക് നിങ്ങളെ കണ്ടാൽ തിരിച്ചറിയുകയുമില്ല. നിങ്ങളെ കാണാനും അവർക്ക് ഭാഗ്യം കുറവാണ്. അപ്പൊ അങ്ങനെയുള്ള ഭാഗ്യഹീനന്മാർക്ക് ദുർലഭമായിരിക്കുന്ന നിങ്ങളെപ്പോലെയുള്ള മഹാപുരുഷന്മാരെ കാണാൻ കഴിയുന്നത് ജന്മലാഭമാണ് എന്ന് പറയുന്നു. മഹാത്മാക്കളുടെ മാഹാത്മ്യം എടുത്തു പറയണ്: ന ഹ്യമ്മയാനി തീർത്ഥാനി ന ദേവാമൃച്ഛിലാമയാഹ തേ പുനന്ത്യുരുകാലേന ദർശനാദേവ സാധവഃ. ജലാശയങ്ങൾ സ്വയമേവ തീർത്ഥങ്ങളാവുകയില്ല. അതിൽ ശ്രദ്ധയോടെ തീർത്ഥബുദ്ധിയോടെ അതിനെ സേവിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ അനുഗ്രഹം കാലം കൊണ്ട് കിട്ടുള്ളൂ. അതേപോലെ കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും നിർമ്മിച്ച വിഗ്രഹങ്ങൾക്ക് സ്വയം അനുഗ്രഹിക്കാൻ കഴിവില്ല. അതിനെ നമ്മൾ ഭക്തി ശ്രദ്ധയോടെ ആരാധിക്കുമ്പോൾ അതിൻ്റെ ഫലം കാലം കൊണ്ട് കിട്ടും. എന്നാൽ നിങ്ങൾക്ക് ഉടനടി ഫലം ലഭിക്കണമോ? ജീവനുള്ള ഈശ്വര രൂപികളായിട്ടുള്ള സഞ്ചരിക്കുന്ന തീർത്ഥങ്ങളായിരിക്കുന്ന മഹാപുരുഷന്മാരെ ദർശിക്കൂ. അവരെ ദർശിക്കുന്നത് തന്നെ നിങ്ങളെ ശുദ്ധീകരിക്കും. ദർശനാദേവ സാധവഃ. അഗ്നിയോ സൂര്യനോ ചന്ദ്രതാരകങ്ങളോ ഭൂമിയോ ജലമോ ആകാശമോ വായുവോ വാക്കോ മനസ്സോ അതിനെ ഉപാസിച്ചാൽ അത് ഭേദകൃത്തുക്കളാണ്. അത് അകത്തെ ന ഹരന്തി, വേഗം ഹരിക്കുകയില്ല. എന്നാൽ വിപശ്ചിത ഗ്നന്തി മുഹൂർത്ത സേവയാ. വിദ്വാൻമാരായ മഹാത്മാക്കളെ, ജ്ഞാനികളെ മുഹൂർത്ത നേരം കൊണ്ട് സേവിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ പാപങ്ങളെ നശിപ്പിക്കുന്നതായിരിക്കും, പെട്ടെന്ന് തന്നെ നശിപ്പിക്കുന്നതായിരിക്കും. അപ്പൊ ഏതിനാണ് ഈ ലോകത്തിൽ പ്രാധാന്യം കൽപ്പിക്കേണ്ടത്? ഏതിനെയാണ് കൂടുതൽ ബഹുമാനിക്കേണ്ടത്? ഏതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്? ഇതാണ് ഭഗവാൻ ലോകത്തോട് തന്നെ പറയുന്നത്. മഹാത്മാക്കളെ സേവിക്കുക, സത്സംഗം ചെയ്യുക. നിങ്ങൾ എത്രയോ ക്ഷേത്ര ദർശനം ചെയ്യുന്ന, എത്രയോ തീർത്ഥാടനം ചെയ്യുന്ന, എത്രയോ വ്രതങ്ങൾ ചെയ്യുന്ന, എത്രയോ ഉപവാസങ്ങൾ അനുഷ്ഠിക്കുന്ന, എത്രയോ കീർത്തനം ചെയ്യുന്നതിൻ്റെയും എല്ലാറ്റിൻ്റെയും സാഫല്യമാണ് മഹാപുരുഷന്മാരെ അല്പനേരമെങ്കിലും സേവിക്കുക എന്നുള്ളത്.
ഇതാണ് സനാതനധർമ്മം എന്ന് ഭഗവാൻ വിളിച്ചു പറയണം. ധർമ്മഗുപ്തനുഹു, ധർമ്മമൂർത്തിയാണ് ഭഗവാൻ, ധർമ്മരക്ഷയ്ക്കായിക്കൊണ്ട് ശരീരമെടുത്തവനാണ്. വീണ്ടും മഹാത്മാക്കളെ ബഹുമാനിക്കാത്ത മൂഢജനങ്ങളെ ഭഗവാൻ പരിഹസിക്കുന്നു. കോവർ കഴുതകളാണ് അവര് എന്നാ പറയുന്നത്. മഹാത്മാക്കളെ ബഹുമാനിക്കാത്ത മൂഢജനങ്ങൾ കോവർ കഴുതകളാണ്. യസ്യാത്മബുദ്ധി കുണപേത്രിധാതുകേ സ്വധീകളത്രാദിഷു ഭൗമ ഇജ്യതി യത്തീർത്ഥബുദ്ധി സലിലേന കർഹിചിത് ജനേഷു അഭിജ്ഞേഷു സയേവ ഗോഖരഃ. യസ്യാത്മബുദ്ധി ഗുണപേത്രിധാതുകേ സ്വധീകളത്രാദിഷു ഭൗമ ഇജ്യതി യത്തീർത്ഥബുദ്ധി സലിലേന കർഹിചിത് ജനേഷു അഭിജ്ഞേഷു സയേവ ഗോഖരഃ. ഇപ്പോ ആർക്കാണോ ഈ പറഞ്ഞ ബുദ്ധിയൊക്കെ ഉണ്ട്, എന്നാൽ അഭിജ്ഞേഷു ജനേഷു കർഹിച്ചിട്ട് ബുദ്ധി വേണ്ടതായിട്ടുള്ള തീർത്ഥബുദ്ധി ഈ മഹാത്മാക്കളിൽ ഇല്ലെങ്കിൽ സയേവ ഗോഖരഃ എന്നാണ്. അവൻ ഗോഖരമാകുന്നു. ഗോഖരം എന്നാൽ കോവർ കഴുത, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി, പശുക്കൾക്ക് വേണ്ടി പുല്ലെല്ലാം ചുമന്നു കൊണ്ടുവരുന്ന കഴുത. അപ്പൊ കഴുത മാത്രമാണ് അവൻ. അപ്പൊ ആർക്കാണോ യസ്യ കുണപേ ത്രിധാതുകേ ആത്മബുദ്ധി, ആദ്യത്തെ വരി. കുണപം എന്ന് പറഞ്ഞാൽ ഈ ജഡമായ മൃതശരീരം. ഈ ശരീരത്തിനെ കുണപം എന്ന് പറഞ്ഞാൽ ശവം എന്നാണ് അർത്ഥം. ജഡമായത്, ശവമായത്. ഈ ശവത്തിൽ അത് ത്രിധാതുകം. ത്രിധാതുകം എന്ന് പറഞ്ഞാൽ 3 ധാതുക്കളെ കൊണ്ട് നിർമ്മിതമാണ്. 3 ധാതുക്കൾ എന്ന് ഇവിടെ പറയുമ്പോൾ വാതം, പിത്തം, കഫം അതെടുത്താൽ മതി. മറ്റേത് സപ്തധാതുക്കൾ എന്ന് പറയാം, പഞ്ചഭൂതങ്ങൾ എന്ന് പറയാം, 3 ഗുണങ്ങളെ കൊണ്ട് എന്ന് പറയാം, 24 തത്വങ്ങളെ കൊണ്ട് എന്ന് പറയാം. സംഖ്യകളൊക്കെ വ്യത്യാസപ്പെടാം. ഇവിടെ ഇപ്പൊ ത്രിധാതുകേ എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട 3 സാധനങ്ങളെ സൂചിപ്പിക്കാനാണ്. വാതം, പിത്തം, കഫം. ഇത്തിരി അതിന്റെ അധികമായാൽ, അതിന്റെ ബാലൻസ് തെറ്റിയാൽ അസുഖം, അല്ലെ, അസ്വസ്ഥത, ശ്വാസം മുട്ട് ഒക്കെ ഉണ്ടാവുന്നതാണ്. അപ്പൊ അങ്ങനെ വാതപിത്ത കഫങ്ങളാകുന്ന ധാതുക്കളെ കൊണ്ട് നിർമ്മിതമായ ഈ ശവശരീരത്തിൽ കുണപേ യസ്യ, ഏതൊരുവനാണോ ആത്മബുദ്ധി, ഈ കുണപമാണ് ഞാനെന്ന ബോധം ആർക്കാണോ ഉള്ളത്, അവൻ ഗോകരമാണ്, കഴുത. അപ്പൊ ശരീരത്തിൽ ആത്മബുദ്ധി എന്നുള്ളത് മന്ദബുദ്ധിയുടെ, കഴുതയുടെ സ്വഭാവമാണ്. മനുഷ്യന്മാരായാൽ മനനശീലം ഉണ്ടാവണം, ചിന്തിക്കണം, അന്വേഷിക്കണം താൻ ആരെന്ന്, താൻ ഈ ശരീരമല്ല എന്ന് അറിയണം. അല്ലെങ്കിൽ അറിയാത്തിടത്തോളം കാലം അവൻ കഴുത തന്നെയാണ്. അപ്പൊ യസ്യാത്മബുദ്ധി കുണപേ ത്രിധാതുകേ സ്വദീഹി കളത്രാദിഷു. കളത്രാദിഷു സ്വദീഹി, അതൊരു ബുദ്ധി. കളത്രം എന്ന് പറഞ്ഞാൽ ഭാര്യ, ആദിഷു എന്ന് പറഞ്ഞാൽ മക്കള്, വീട്, വാഹനം, ധനം, സ്വർണ്ണാഭരണങ്ങള്, വസ്ത്രങ്ങള്, ഇങ്ങനെ എന്തൊക്കെ ഉണ്ടോ. കളത്രാദിഷു, വീട്ടിൽ, ഗൃഹത്തിൽ, ഭാര്യയിൽ മുതലായതിൽ. സ്വദീഹി, സ്വദീഹി എന്ന് പറഞ്ഞാൽ സ്വകീയ ബുദ്ധി, ഇതെന്റേത് എന്ന് മമത്വ ബുദ്ധി. അപ്പൊ ഭാര്യ മുതലായവയിൽ ആർക്കാണോ മമത്വ ബുദ്ധിയുള്ളത് അവനും കഴുതയാണ്. അവൻ കഴുത തന്നെയാണ്, സംശയമൊന്നുമില്ല. അപ്പോ കളത്രാദിഷു സ്വദീഹി യസ്യ. ഇനി ഭൗമേ ഇജ്യതി, ഭൗമ ഇജ്യതി എന്നുള്ളതില് ആ ഇ എന്ന ശബ്ദം ഇകാരം വന്നതുകൊണ്ടാണ് ഭൗമേ എന്നുള്ളതിൽ ഏകാരം ലോപിച്ചു പോയത്. പിരിച്ചു പറയണമെങ്കിൽ ഭൗമേ, ഭൗമേ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ വികാരങ്ങളെല്ലാം. അതിപ്പോ
മണ്ണാവാം, കല്ലാവാം, ലോഹങ്ങളാവാം. മണ്ണിൽ നിന്നുണ്ടായതെല്ലാം ഭൂമിയുടെ വികാരങ്ങളാണ്. മരം കൊണ്ടുണ്ടാക്കിയത് ഭൗമമാണ്. അപ്പോൾ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നത് ഇതൊക്കെ കൊണ്ടാണ്. കല്ലുകൊണ്ടോ, മണ്ണ് കൊണ്ടോ, മരം കൊണ്ടോ, ലോഹങ്ങൾ കൊണ്ടോ ഒക്കെയാണ്, അല്ലേ? അതാണ് ഭൗമം എന്ന് പറഞ്ഞത്. ഭൗമേ ഇജ്യതി. ഇജ്യം എന്ന് പറഞ്ഞാൽ യജിക്കപ്പെടേണ്ടത് ഈശ്വരൻ, ദേവത എന്നൊക്കെയുള്ള ബുദ്ധി. ഈ ഭൂമിയിൽ നിന്നുണ്ടായ, ഭൂമിയുടെ വികാരമായ ജഡമായ കല്ലിലും മണ്ണിലുമൊക്കെ ദേവതാബുദ്ധി. ഇതാണ് ദേവത എന്നുള്ള ബുദ്ധി ആർക്കുണ്ടോ? കല്ലോ മണ്ണോ ആണോ ദേവത? അല്ലേ, അല്ല. കല്ലും മണ്ണും നമ്മൾക്ക് ദേവതയെ ഉപാസിക്കാനുള്ള ഒരു ഉപായം മാത്രം, ഉപാധി മാത്രം, ഒരു ലൊക്കേഷൻ മാത്രം. അവിടേക്ക് ആവഹിക്കുകയാണ്. നമ്മൾ ഈശ്വര ആരാധന, പൂജ ആരംഭിക്കുമ്പോൾ ഓരോ തവണയും ആവാഹനം ചെയ്യുന്നു. അപ്പോൾ ഓൾറെഡി അവിടെ കല്ലുണ്ടല്ലോ, എന്തിനാപ്പോൾ ആവഹിക്കണം? കല്ലാണ് ദേവതയെങ്കിൽ ആവാഹനത്തിന്റെ ആവശ്യമില്ല. എന്നിട്ടും എന്തേ പൂജാതത്വത്തിൽ, പൂജാവിധിയിൽ ആദ്യം ആവാഹനം പറഞ്ഞിരിക്കുന്നത്? കല്ല് ഈശ്വരനല്ല എന്നുള്ള ബുദ്ധി ഉറയ്ക്കാൻ. ഈ കല്ല് ഈശ്വരനല്ല എന്ന ബുദ്ധി ഉറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈശ്വരനെ ഞാൻ മുകളിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്ന് ഈ കല്ലിൽ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അസ്മിൻ ബിംബേ, ഞാൻ ആരാധിക്കാൻ പോകുന്ന ഈശ്വരനെ ആവഹിക്കുന്നു. അത് ശിലാബിംബമാകാം, മൃത്തികാബിംബമാകാം, ദാരുബിംബമാകാം, ലോഹബിംബമാകാം. ഏതോ ഒരു ബിംബത്തിലേക്ക് ഞാൻ എൻ്റെ ഇഷ്ടദേവതയെ പൂജിക്കാനായിക്കൊണ്ട് ആവാഹയാമി. അല്ലെങ്കിൽ ഒരു മഞ്ഞൾ കട്ടയില് അസ്മിൻ ഹരിദ്രാഖണ്ഡേ, ഈ മഞ്ഞൾ കട്ടയിലേക്ക് മഹാഗണപതിം ആവാഹയാമി. അപ്പൊ മഞ്ഞൾക്കട്ട ഗണപതിയാണോ? മഞ്ഞൾക്കട്ട ഗണപതിയല്ല. ഗണപതി മഞ്ഞൾക്കട്ടയും ആണ്. ഗണപതി സകലതുമാണ്, മഞ്ഞൾക്കട്ടയുമാണ്. പക്ഷെ മഞ്ഞൾക്കട്ട ഗണപതിയല്ല. ചിന്തിക്കുക. അപ്പോൾ ഈശ്വരനെ നമ്മൾ ആവഹിക്കുകയാണ്. പൂജയുടെ ആദ്യത്തെ ചടങ്ങ് തന്നെ. അപ്പൊ അത് തന്നെ നമ്മൾക്ക് ആ ബോധം ഉറക്കണം. ഞാൻ ഈ ശിലാവിഗ്രഹത്തിലേക്ക് അല്ലെങ്കിൽ ലോഹവിഗ്രഹത്തിലേക്ക് ഞാൻ പൂജിക്കാൻ പോകുന്ന ഈശ്വരനെ ആവാഹിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ ഇന്ന രൂപത്തിൽ ധ്യാനിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ ഇവിടേക്ക് ആസനം കൊടുത്ത് സാന്നിധ്യം ചെയ്യിക്കുന്നു. ഇങ്ങനെ മൂന്നും കഴിഞ്ഞിട്ടാണ് അല്ലേ ആവാഹനം, ധ്യാനം, ആവാഹനം, ആസനം. ഇത് കഴിഞ്ഞിട്ടാണ് അർഘ്യം, പാദ്യം, ആചമനീയം മുതലായ പൂജകളൊക്കെ ആരംഭിക്കുന്നത്. അപ്പൊ ഇത് ചെയ്യുന്നവർക്കൊക്കെ ബോധം വേണം. ഈ സാധനം, ഞാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന സാധനം ഞാൻ ആവഹിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ അതിൽ ദേവത സാന്നിധ്യം, അല്ലെങ്കിൽ അത് ദേവതയല്ല. അത് കഴിഞ്ഞ് പൂജ കഴിഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഉദ്വാസനം ചെയ്യുന്നു. ഞാൻ എൻ്റെ പൂജ കഴിഞ്ഞ് അങ്ങ് പ്രസാദിച്ചാലും എന്ന് പറയുന്നു. അങ്ങ് പ്രസാദിച്ചാലും ഓം തത്സത് ബ്രഹ്മാർപ്പണമസ്തു എന്ന് പറഞ്ഞ് സമർപ്പിച്ച് യഥാസ്ഥാനം പ്രതിഷ്ഠാപയാമി എന്ന് പറഞ്ഞ് അങ്ങ് വന്നിടത്തേക്ക് തന്നെ അങ്ങയെ പറഞ്ഞയക്കുന്നു. ഇതാണ് പൂജയുടെ അവസാനത്തെ പരിപാടി, ഉദ്വാസനം. ഈ ഉദ്വാസനം കഴിഞ്ഞാൽ പിന്നെ ആ വിഗ്രഹത്തിൽ ആരില്ല? ദേവതയില്ല. എല്ലാ പൂജയിലും ഇത് ചെയ്യുന്നുണ്ട്. ആ ഉദ്വാസനം ചെയ്യുമ്പോഴാണ് ആ വിഗ്രഹത്തിന്റെ പൂജ കഴിഞ്ഞ നിർമാല്യം അല്ലെങ്കിൽ പ്രസാദം നമ്മളെടുത്ത് ആദ്യം ഒന്ന് ഉദ്വാസനം ചെയ്യുന്നതിൻ്റെ പ്രതീകാത്മകമായി ഇടത്തെ മൂക്കിലൊന്ന് നീട്ടി വലിച്ച് അതിനെ ഉപേക്ഷിക്കുന്നു. അതിനുശേഷം ഒരു പൂവെടുത്ത് ശിരസിലോ ചെവിയിലോ ധരിക്കുന്നു. അതോടുകൂടി ഉദ്വാസനമായി.
അപ്പോൾ ഇനി അങ്ങ് ഇവിടെ ഇരിക്കേണ്ട, അങ്ങ് വന്നിടത്തേക്ക് പൊക്കോളൂ. ഇനിയും ഇവിടെ ഇരുന്നു കഴിഞ്ഞാൽ എനിക്ക് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കാൻ എൻ്റെ പ്രാരബ്ധം അനുവദിക്കുന്നില്ല. അപ്പോൾ അങ്ങ് ഇനിയും ഇവിടെ തന്നെ തുടർന്നാൽ അങ്ങേക്ക് അവഗണന നേരിടേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ ഇരിക്കണ്ട, പൊക്കോളൂ എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. എൻ്റെ പൂജ എന്നുള്ള ആവശ്യത്തിന് വേണ്ടി ഞാൻ അങ്ങയെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഈ വിഗ്രഹത്തിലേക്ക് വിളിച്ചു വരുത്തിയതാണ് ആവാഹനം. ഇവിടുന്ന് തിരിച്ച് പറഞ്ഞയക്കുന്നതാണ് ഉദ്വാസനം. പൂജയുടെ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ആ വിഗ്രഹം ഈശ്വരനല്ല, ദേവതയല്ല എന്നത് ഉറയ്ക്കും. നമ്മുടെ ഭാവനയിലാണ് നമ്മൾ ആ വിഗ്രഹത്തെ ഈശ്വരനാക്കി മാറ്റുന്നത്. അപ്പോൾ അവിടെ ഭൗമേ ഇജ്യദീഹി, ഭൗമത്തിൽ ഈശ്വരൻ അല്ലെങ്കിൽ ദേവത എന്നുള്ള ബുദ്ധി, അർച്ച എന്ന് പറയുന്ന വിഗ്രഹ ബുദ്ധി, അല്ല അർച്ചയിൽ ഈശ്വര ബുദ്ധി. ഭൗമേ ഇജ്യദീഹി. അപ്പൊ ഭൗമത്തിൽ ഇജ്യബുദ്ധിയുള്ളവൻ ആരാണ്? ഗോകരഹ എന്ന് അതിലേക്കും അന്വയിക്കാം. ഭഗവാൻ എല്ലാവർക്കും ചേർത്ത് പറഞ്ഞതാണ്. യത്തീർത്ഥബുദ്ധി സലിലേ, സലിലേ തീർത്ഥബുദ്ധി, വെള്ളത്തിൽ തീർത്ഥബുദ്ധി. അപ്പൊ വെള്ളം, എല്ലാ വെള്ളവും തീർത്ഥമാകുന്നില്ല, അത് നമ്മൾ ആക്കുമ്പോഴാണ് ആവുന്നത്. തീർത്ഥമാക്കണം. തീർത്ഥബുദ്ധി കൊണ്ട്, സങ്കല്പ ബുദ്ധി കൊണ്ട് ആവഹിച്ച് ഗംഗയെ ചേമുനി ചെയ്വ ഗോദാവരി സരസ്വതി എന്നൊക്കെ മന്ത്രങ്ങൾ ഉരുവിടുമ്പോഴേ സലിലം തീർത്ഥമാവുന്നുള്ളൂ. അല്ലെങ്കിൽ വെറുതെ നമ്മൾ ഏതെങ്കിലും പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തിട്ട് തീർത്ഥമായിട്ട് തളിക്കാറുണ്ടോ? ആ പൈപ്പിലെ വെള്ളം തന്നെയാണ് ഇവിടെ പൂജയ്ക്ക് ഉപയോഗിക്കുന്നത്. അതേ പൈപ്പിലെ വെള്ളമോ കിണറിലെ വെള്ളമാണ് ഇവിടെ പൂജയ്ക്ക് ഉപയോഗിക്കുന്നത്. പക്ഷേ അതിനുവേണ്ടി നമ്മൾ ചില മന്ത്രങ്ങളൊക്കെ ചൊല്ലി അതിനെ തീർത്ഥമാക്കി മാറ്റുന്നു. അതിന് പ്രതീകാത്മകമായിട്ട് വേണമെങ്കിൽ ഗംഗയിൽ നിന്നൊക്കെ നമ്മൾ തീർത്ഥം കൊണ്ടുവന്നു വെച്ച് ആ ഗംഗാതീർത്ഥം അല്പം ഇതിൽ കലരുകയും ചെയ്യുന്നു. പൂജയ്ക്കെടുക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ അല്പം ഗംഗാതീർത്ഥത്തെയും കലർന്ന് ആ മന്ത്രങ്ങളൊക്കെ ചൊല്ലുമ്പോൾ അത് തീർത്ഥമായി മാറുന്നു. നമ്മുടെ ബുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഗംഗയിൽ നിന്ന് തീർത്ഥം കൊണ്ടുവരുന്നത്. നമ്മുടെ ബുദ്ധിയിൽ അത് ഉറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ തീർത്ഥബുദ്ധി സലിലേ, ഏതൊരു സലിലത്തിൽ തീർത്ഥബുദ്ധിയോ, അതൊക്കെ വാസ്തവത്തില് പ്രാകൃത ഭാവങ്ങളാണ്. ഇതിൻ്റെയൊക്കെ തത്വം അറിയുകയാണ് വേണ്ടത്. എന്നാൽ ഇതൊക്കെ ഉണ്ട്, ഈ പറഞ്ഞ ബുദ്ധിയൊക്കെ ഉണ്ട്, ഈ പ്രാകൃത ബുദ്ധിയൊക്കെ ഉണ്ട്. ന ഗർഹിച്ചിത് അഭിജ്ഞേഷു ജനേഷു, ഒരിക്കലും അഭിജ്ഞരായിട്ടുള്ള ജനങ്ങളിൽ, ഇതാണ് അഭിജ്ഞേഷു ജനേഷു ന ഗർഹിച്ചിത്, ഒരിക്കലും നല്ല ബുദ്ധി ഇല്ലയോ. അഭിജ്ഞന്മാരെന്ന് പറഞ്ഞാൽ മഹാത്മാക്കൾ, അറിവുള്ളവർ, നല്ല അറിവുള്ളതായിട്ടുള്ള മഹാത്മാക്കളിൽ ഒരിക്കലും തീർത്ഥബുദ്ധിയോ ഇജ്യാബുദ്ധിയോ ഒന്നുമില്ലയോ. അങ്ങനെയുള്ളവൻ സയേവ ഗോഖരഹ, അവൻ വെറും കഴുത, കോവർ കഴുത എന്നാ പറയണത്. അപ്പോ എന്താ വേണ്ടത്? അഭിജ്ഞ ജനങ്ങളിൽ ഈശ്വരബുദ്ധി, ഗുരുബുദ്ധി, മഹാത്മ്യബുദ്ധി, അവരെ ബഹുമാനിക്കണം എന്നുള്ള ഭാവം. അതില്ലാതെ ഈ പറഞ്ഞ മാതിരിയൊക്കെ കാണിച്ചു കൂട്ടുന്ന മന്ദബുദ്ധികൾ വെറും കഴുതകളാണ് എന്ന് ഭഗവാൻ പരിഹസിക്കുകയാണ്. ജഡന്മാരാണവര്. ദേഹത്തില് ത്രിധാതുക്കളെ കൊണ്ട് നിർമ്മിച്ച ദേഹത്തില് ആത്മാ എന്നുള്ളതായിട്ടുള്ള ബുദ്ധി മൂഢത്തരമാണ്. കളത്രാദികളിലുള്ള എന്റേതെന്നുള്ള ബുദ്ധി മൗഢ്യമാണ്. വിഗ്രഹാദികളിൽ ഈശ്വരൻ എന്നുള്ള ബുദ്ധി അല്പബുദ്ധിയാണ്. വെറും വെള്ളത്തിൽ തീർത്ഥബുദ്ധി, അതൊക്കെ അല്പബുദ്ധി തന്നെയാണ്. ഏറ്റവും വേണ്ട ബുദ്ധി ഏതാണ്? അഭിജ്ഞജനങ്ങളിൽ ആരാധനാഭാവം, നല്ല ബുദ്ധി. അതില്ലെങ്കിൽ അവൻ ഗോഖരൻ തന്നെയാണ്.
അപ്പോൾ മനുഷ്യവർഗത്തിൽ പെട്ടവനല്ല, മനുഷ്യരുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല. പശുക്കളുടെയും താഴെയാണ്. പശുക്കൾക്ക് പോലും പുല്ല് ചുമന്നുകൊണ്ട് കൊടുക്കുന്ന കഴുതയാണവൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മളൊന്നും പെടാതിരിക്കട്ടെ, അല്ലേ? ഭഗവാൻ ഇങ്ങനെ പരിഹസിക്കുന്ന കഴുതകളുടെ കൂട്ടത്തിൽ നമ്മളാരും പെടാതിരിക്കട്ടെ. നമ്മുടെ ഈ ജഡത്തിൽ, ശവത്തിൽ ആത്മബുദ്ധിയുള്ളത് മാറിക്കിട്ടട്ടെ. കളത്രാദിഷു സ്വധി എന്നുള്ളതും മാറിക്കിട്ടട്ടെ. ഭൗമാദികളിലുള്ള ഇജ്ജതി ദേവതാബുദ്ധി അത് അതിൻ്റെ തത്വം അറിയാനിടയാവട്ടെ. ജലത്തിലുള്ള തീർത്ഥബുദ്ധിയും അതിൻ്റെ പ്രയോജനം എന്താണെന്ന് അറിഞ്ഞ് പ്രയോഗിക്കട്ടെ. എന്നാൽ അതിലൊക്കെ വെച്ച് ഏറ്റവും ഉന്നതമായിട്ടുള്ളതാണ് മഹാത്മാക്കളെ കാണുമ്പോൾ അവരിൽ ഈശ്വരബുദ്ധി, ആരാധ്യരാണെന്നുള്ളതായിട്ടുള്ള ഭാവം, അവരെ ബഹുമാനിക്കുക എന്നുള്ളതായിട്ടുള്ള ബുദ്ധി. ഇങ്ങനെ ഭഗവാൻ സജ്ജനങ്ങളുടെ, മഹാത്മാക്കളുടെ, ഋഷി മുനിമാരുടെ എല്ലാം മഹാത്മ്യം എടുത്തു പറഞ്ഞു. ഇത് കേട്ട മുനിമാര് ഭഗവാനോട് തിരിച്ചെന്താ പറയണെന്ന് നോക്കാം. ശ്രീശുകൗവാച നിശമ്യേത്തം ഭഗവതഃ കൃഷ്ണസ്യാകുണ്ഡമേധസഃ വചോ ദുരന്വയം വിപ്രാഹ തൂഷ്ണീം ആസൻ ഭ്രമദ്യഃ. ശ്രീശുകൗവാച നിശമ്യേത്തം ഭഗവതഃ കൃഷ്ണസ്യാകുണ്ഡമേധസഃ വചോ ദുരന്വയം വിപ്രാഹ തൂഷ്ണീമാസൻ ഭ്രമദ്യഃ. അപ്പോ ആ ഭഗവതഃ കൃഷ്ണസ്യ ദുരന്വയം വചഃ ഇത്തം നിശമ്യ. ആ ഭഗവാൻ എങ്ങനെയുള്ള ഭഗവാൻ? അകുണ്ഡമേധസഃ ഭഗവതഃ കൃഷ്ണസ്യ ദുരന്വയം വചഃ ഇത്തം നിശമ്യ ഭ്രമദ്യഃ വിപ്രാഹ തൂഷ്ണീം ആസ. ഈ വന്ന മുനിമാര്, ബ്രാഹ്മണര് കുറച്ചു നേരത്തേക്ക് ഈ ഭഗവാൻ ഇപ്പൊ എന്തൊക്കെയാ പറയണം, നമ്മൾ ഭഗവാനെ അങ്ങോട്ട് കണ്ട് സ്തുതിക്കാനും നമസ്കരിക്കാനും വന്നതാ. ഭഗവാൻ ഇവിടെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വലിയ പാറയാണല്ലോ വെച്ച് കളഞ്ഞത് എന്നാണ് അവരിപ്പോ വിചാരിക്കണം. അവർ ഭ്രമദ്യ, കൺഫ്യൂസ്ഡ് ആയിട്ട്, ഭ്രമിക്കുന്ന ബുദ്ധിയോടുകൂടിയവരായിട്ട് കുറച്ചു നേരത്തേക്ക് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. അവർക്ക് വായും പൊളിച്ചിരിക്കുന്നത്. എന്താ അത്? ഞങ്ങൾ ഭഗവാനെ കാണാൻ വന്നിരിക്കുമ്പോൾ ഭഗവാൻ ഞങ്ങളെ ഇങ്ങനെയൊക്കെ പുകഴ്ത്തുകയോ? അത് അവരുടെ വിനയത്തെ കാണിക്കുന്നതാണ്. ഏത് മഹാത്മാക്കളും അങ്ങനെ തന്നെയാണ്. അവരാരും സ്വയം മഹാത്മാക്കളാണെന്ന് പറഞ്ഞു നടക്കാറില്ല. അവരെപ്പോഴും വിനയാന്വിതരായിരിക്കും. അവരുടെ ഏതെങ്കിലും പരിമിതികൾ ഉണ്ടെങ്കിൽ അത് അവർക്ക് അറിയുകയും ചെയ്യും. അത് തന്നെയാണ് അവരുടെ മഹത്വം. എന്താണ് പരിമിതി എന്നറിയുന്നവരാണ് മഹാത്മാക്കൾ. അപ്പോൾ ജഗതീശ്വരൻ കൃഷ്ണൻ, കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, എല്ലാ ഗുണങ്ങളും പരിപൂർണമായിരിക്കുന്ന ആ ഭഗവാൻ ഇവിടെ വന്നിരിക്കണു എന്നറിഞ്ഞ് കാണാൻ വന്നവരാണ്. അവരങ്ങോട്ട് ഭഗവാനെ സ്തുതിക്കാനും വർണ്ണിക്കാനും തുടങ്ങുന്നതിന് മുമ്പേ ഭഗവാൻ ഇങ്ങോട്ട് ഇവരുടെ മഹാത്മ്യം എടുത്തു പറഞ്ഞ് അവരെ എന്താ പറയുക, പന്തിപ്പോ ഇവരുടെ കോർട്ടിലേക്ക് അടിച്ചു പെട്ടെന്ന്, പ്രതീക്ഷിക്കാതെ. ഇവരിപ്പോ എങ്ങനെ തടുക്കണമെന്നറിയാതെ അന്തം വിട്ട് നിൽക്കുകയാണ് എന്നർത്ഥം. അതാണ് അകുണ്ഡമേധസഃ ഭഗവതഃ കൃഷ്ണസ്യ. ഭഗവാൻ കൃഷ്ണൻ എങ്ങനെയുള്ളവനാണ്? അകുണ്ഡമേധസ്സാണ്. അകുണ്ഡം എന്ന് പറഞ്ഞാൽ തടസ്സമില്ലാത്ത മേധ, അല്പം പോലും അജ്ഞാന ലേശം പോലും ഇല്ലാത്ത ബുദ്ധിയാണ് ഭഗവാന്റെ ബുദ്ധി, സർവജ്ഞൻ. അപ്പൊ ഭഗവാൻ ഇതൊക്കെ പറയണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള രഹസ്യമുണ്ട്, തത്വമുണ്ട്. വെറുതെ ബുദ്ധിയില്ലാത്ത ഭഗവാനല്ല പറഞ്ഞിരിക്കുന്നത്. ബുദ്ധിയുടെ മൂർത്തിയായിരിക്കുന്ന സർവജ്ഞനായ ഭഗവാനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് ഭഗവാന്റെ ഉദ്ദേശം? ധർമ്മ സംസ്ഥാപനം തന്നെ. ഇതാണ് സനാതന ധർമ്മം. താൻ ഈ കൃഷ്ണമൂർത്തി എപ്പോഴും ഇവിടെ അങ്ങനെ അവൈലബിൾ ആയിരിക്കില്ല. ഞാൻ എൻ്റെ പണി കഴിഞ്ഞാൽ ഇവിടെ നീ മൂർത്തിയെ മറച്ച് ഞാൻ എൻ്റെ സ്വധാമത്തിലേക്ക് മടങ്ങിപ്പോകും. ഞാൻ മടങ്ങിപ്പോയാലും ഇവിടെ സനാതനധർമ്മം നിലനിൽക്കണം. അത് നിലനിർത്തുന്നവരാണ് ഈ മഹാത്മാക്കൾ.
അവരെ ലോകം ബഹുമാനിക്കണം. അതാണ് ഭഗവാന്റെ ഉദ്ദേശ്യം. അല്ലാതെ എല്ലാവരും എന്നെ മാത്രം ആരാധിക്കൂ, മറ്റവരെ ഒന്നും ആരാധിക്കരുത് എന്ന് പറയുന്ന പൊട്ടനല്ല ഭഗവാൻ. മറ്റു മതങ്ങളിലൊക്കെ അങ്ങനെയാണല്ലോ അല്ലേ? മറ്റു മതസ്ഥരൊക്കെ ഞാനാണ് അവസാനത്തെ പ്രവാചകൻ, ഇനി എൻ്റെ ശേഷം ആരും വരില്ല, നിങ്ങൾ എന്നെ മാത്രം ബഹുമാനിച്ചാൽ മതി എന്ന് പറയുന്ന തീവ്രവാദിയല്ല ഭഗവാൻ. ഭഗവാൻ ഈ ധർമ്മം നിലനിർത്താൻ വേണ്ടി ചെയ്യേണ്ടതെല്ലാം ചെയ്യും. അപ്പൊ താൻ അധിക താമസിയാതെ തൻ്റെ അവതാര ദൗത്യം കഴിഞ്ഞാൽ ശരീരം ഉപേക്ഷിക്കും, അഥവാ തൻ്റെ മൂർത്തിയെ മറയ്ക്കും, സ്വധാമത്തിലേക്ക് മടങ്ങിപ്പോകും. അപ്പോഴും ഈ ലോകം നിലനിൽക്കേണ്ടത് ഈ മഹാപുരുഷന്മാരിലൂടെയാണ്. അവരെ ലോകം ബഹുമാനിക്കണം, അവരുടെ വാക്കുകൾക്ക് ഗൗരവം കൊടുക്കണം. അതുകൊണ്ട് ആ ഗുരുക്കന്മാരെ, താപസന്മാരെ, ജ്ഞാനികളെ, സിദ്ധന്മാരെ ഒക്കെ ലോകം അനുസരിക്കണം, ബഹുമാനിക്കണം. ഇതാണ് ഭഗവാന്റെ സനാതന ധർമ്മം. അപ്പൊ ഇവിടെ അകുണ്ഠമേധസഃ ഭഗവതഃ കൃഷ്ണസ്യ ദുരന്വയം വചഃ ഇത്തം നിശമ്യ. ദുരന്വയം, അന്വയിക്കാൻ ദുഃഖമേറിയത്, പ്രയാസമേറിയത്. അന്വയിക്കുക എന്ന് പറഞ്ഞാൽ ഇതിപ്പോ എങ്ങനെ ഇപ്പൊ കൂട്ടിക്കെട്ടും, എങ്ങനെ വ്യാഖ്യാനിക്കും എന്നെല്ലാം ആര് കേട്ടാലും ശങ്കിച്ചു പോകുന്നത്. അപ്പോ അതിൻ്റെ ആഴങ്ങൾ ഉൾക്കൊള്ളാൻ പ്രയാസമാണ് അല്ലേ? ഭഗവാന്റെ വാക്കുകളുടെ ആഴം, അർത്ഥം ഗംഭീരമാണ്. അപ്പൊ അതിനെ എങ്ങനെ അന്വയിച്ച് എങ്ങനെ പറയണം എന്ന് പ്രയാസമേറിയതായിട്ടുള്ള വാക്കുകളെ ഇത്തം നിശമ്യ, ഇപ്രകാരം കേട്ടിട്ട് ഭ്രമദ്യഃ വിപ്രാഹ, ഭ്രമിക്കുന്ന ബുദ്ധിയോടുകൂടിയവരായ ആ ബ്രാഹ്മണർ അഥവാ മുനീശ്വരന്മാർ തൂഷ്ണീം ആസൻ, കുറച്ചു നേരത്തേക്ക് അവര് സ്തബ്ധരായിരിക്കണ. ഭഗവാന്റെ ആ ഒരു മാഹാത്മ്യം, കാരുണ്യം, ഭഗവാന്റെ ആ ധർമ്മ സംസ്ഥാപനത്തിന്റെ ലീല, ഇതെല്ലാം കണ്ടിട്ട് ഇത് എന്താണിപ്പോ എന്ന് അവരാലോചിച്ചുകൊണ്ടിരിക്കണം. എന്ത് കാരണം കൊണ്ടായിരിക്കും ഭഗവാൻ ഇപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക? നമ്മളൊക്കെ ഭഗവാനെ തൊഴാനും ഭഗവാനെ സ്തുതിക്കാനും ഭഗവാനെ കാണാനും വേണ്ടി വന്നവരാണ്. ആ ഭഗവാൻ ഇപ്പം നമ്മളെ ഇങ്ങനെയൊക്കെ പുകഴ്ത്തേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് അവര് ആലോചിക്കുകയാണ്. അതാണ് കുറച്ചു നേരത്തേക്ക് അവർ തൂഷ്ണീം ആസൻ. പിന്നെ ചിരം വിമൃശ്യ മുനയഃ ഈശ്വരസ്യ ഈശിതവ്യതാം ജനസംഗ്രഹയിത്യൂജുഃ സ്മയന്തസ്തം ജഗദ്ഗുരും. ചിരം വിമൃശ്യ മുനയഃ ഈശ്വരസ്യേശിതവ്യതാം ജനസംഗ്രഹയിത്യൂജുഃ സ്മയന്തസ്തം ജഗദ്ഗുരും. ഇവര് ചിരം വിമൃശ്യ മുനയഃ, മുനയഃ ചിരം വിമൃശ്യ, വളരെ നേരം വിമർശനം ചെയ്തു. വിമർശനം ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിയിൽ ഒരച്ചു നോക്കി. എന്തൊരച്ചു നോക്കണം? അതിന്റെ ന്യായം, ലോജിക്. ഭഗവാൻ പറഞ്ഞ വാക്കുകൾ ദുരന്വയം എന്ന് മുമ്പിൽ പറഞ്ഞു. അപ്പൊ എങ്ങനെ ഇതിനെ അന്വയിപ്പിക്കും, എങ്ങനെ ഇതിനെ ന്യായീകരിക്കും? അതിനുവേണ്ടി അവര് ഉള്ളിൽ വിമർശനം ചെയ്തു, വിചാരം ചെയ്തു, ഒരച്ചു നോക്കി. അവരുടെ ലോജിക്കുമായി ചേർത്ത് ഒരച്ചു നോക്കി എന്നർത്ഥം. അപ്പൊ ചിരം വിമൃശ്യ മുനയഃ ഈശ്വരസ്യ ഈശിതവ്യതാം. അപ്പോ ഭഗവാൻ ഈശിതവ്യനാണ്, ഈശ്വരനാണ്. ആ ഈശ്വരൻ ഈ ലോകത്തെ എങ്ങനെയാണ് ഈശനം ചെയ്യുന്നത്, എങ്ങനെയാണ് ധർമ്മത്തെ പരിപാലിക്കുന്നത്, നിലനിർത്തുന്നത്? ഈ ലോകത്തെ നിലനിർത്തലാണ് ഈശനം, ഇതിനെ രക്ഷിക്കലാണ് ഈശനം, പരിപാലനം. അപ്പൊ ഭഗവാന്റെ ആ ഒരു ഈശിതവ്യതയെ അവര് ആലോചിച്ചു. അമ്പടാ, ഇതാണല്ലേ ഉദ്ദേശ്യം. ഭഗവാൻ തന്റെ അവതാര ശരീരം ഉപേക്ഷിച്ചാലും ഈ ലോകത്ത് ധർമ്മം നിലനിൽക്കണം എന്നുള്ള ആ ഒരു സങ്കല്പമാണ് ഭഗവാന്റെ ഈ വാക്കുകളുടെ എല്ലാം പുറകിൽ. ഇങ്ങനെയാണ് ഭഗവാൻ ഈ ലോകത്തെ ഈശിക്കുന്നത്, ധർമ്മ പരിപാലനം ചെയ്യുന്നത്.
എന്ന് ചിന്തിച്ചിട്ട് ഈശ്വരസ്യ ഈശിതവ്യതാം വിമൃശ്യ, ഇത് അദ്ദേഹത്തിന്റെ ഈശ്വര ലീലയാണ്, ഈ എല്ലാറ്റിനെയും ഈശനം ചെയ്യുവാനുള്ള വിദ്യയാണ്, അതിനുള്ള വ്യവസ്ഥയെ സ്ഥാപിക്കലാണ് എന്ന് വിമൃശ്യ ജഗദ്ഗുരും തം, ആ ജഗദ്ഗുരുവായ ലോകഗുരുവായ ഭഗവാനോട് ജനസംഗ്രഹ ഇതി സ്മയന്തഃ ഊചുഹു. ജനസംഗ്രഹ എന്ന് പറഞ്ഞാൽ ലോകസംഗ്രഹ, ചികീർഷുർലോകസംഗ്രഹം. ഭഗവാൻ ലോകസംഗ്രഹം ചികീർഷുവാണ്. ഈ ലോകത്തെ നന്നായി നിലനിർത്താൻ, ലോകത്തിന് മാതൃക കാണിച്ചു കൊടുക്കാൻ ഒക്കെ വേണ്ടിയിട്ടാണ് ഈ കാര്യം ചെയ്തത് എന്ന് ലോകാനുഗ്രഹമല്ലേ, ലോകത്തിന് മാതൃക കാണിക്കാനല്ലേ എന്ന മട്ടില് ചിരിച്ചുകൊണ്ട് സ്മയന്തഃ ഊചു, അവർ പറഞ്ഞു എന്നർത്ഥം. അപ്പോ ഭഗവാൻ ഈ ലീല ചെയ്തത്, ഇവരെ ഇങ്ങനെ പ്രശംസിച്ചതെല്ലാം ലോകത്തിന് മാതൃക കാണിക്കാനും ലോകത്തെ നിലനിർത്താനും ധർമ്മ സംസ്ഥാപനത്തിനും ആയിട്ടാണ് എന്നുള്ള അർത്ഥത്തിൽ ലോകസംഗ്രഹ എന്ന അർത്ഥത്തിൽ ജനസംഗ്രഹ. ലോക ജന, ലോകവും ജനവും വ്യത്യാസമില്ല. ജനയേവ ലോക, ജനങ്ങൾ തന്നെയാണ് ലോകം. അപ്പൊ ലോകാനുഗ്രഹമാണെന്ന് വിസ്മയത്തോടുകൂടെ പുഞ്ചിരിച്ചുകൊണ്ട് അവരെല്ലാം പറഞ്ഞു. ഇനി മുനിമാര് അത് കൂടുതൽ വിസ്തരിച്ച് പ്രതിപാദിക്കുകയാണ്. മുനയ ഊജുഹു യന്മായയാ തത്വവിദുത്തമാവയം വിമോഹിതാ വിശ്വസൃജാമധീശ്വരാഃ യദീശിതവ്യായതി ഗൂഢ ഈഹയാ അഹോ വിചിത്രം ഭഗവദ്വിചേഷ്ടിതം. മുനയ ഊജുഹു യന്മായയാ തത്വവിദുത്തമാവയം വിമോഹിതാ വിശ്വസൃജാം അധീശ്വരാഃ യദീശിതവ്യായതി ഗൂഢ ഈഹയാ അഹോ വിചിത്രം ഭഗവദ്വിചേഷ്ടിതം. ഭഗവാന്റെ വിചേഷ്ടിതം, ഈ ലീലകള്, അഹോ വിചിത്രം, അത്ഭുതം തന്നെ, അത്ഭുതം തന്നെ അങ്ങയുടെ ഈ നാടകങ്ങള്, ഈ ലീലകള്, വിചേഷ്ടിതം വിചിത്രം. അപ്പോ ഇവിടെ എന്തൊക്കെയാണ് ഇവർ പറയുന്നത്? വിശ്വസൃജാമധീശ്വരാഃ തത്വവിദുത്തമാഃ വയം അപി യന്മായയാ വിമോഹിതാഃ യദ് ഈഹയാ ഗൂഢഃ ഈശിതവ്യായതി ഭഗവദ്വിചേഷ്ടിതം അഹോ വിചിത്രം. വിശ്വസൃജാമധീശ്വരാഃ, വിശ്വസൃഷ്ടാക്കളുടെ എല്ലാം നിയന്താക്കളായിരിക്കുന്നവരും. വിശ്വസൃഷ്ടാക്കൾ പ്രജാപതിമാരാവാം, ബ്രഹ്മദേവനാവാം, അവരൊക്കെ വിശ്വസൃഷ്ടാക്കളാണ്. അവരുടെയൊക്കെ അധീശ്വരന്മാരെന്ന് പറയുമ്പോൾ മഹാദേവൻ അടക്കം, ബ്രഹ്മദേവൻ മഹാദേവനൊക്കെ അടക്കം. അതുപോലെ തത്വവിദുത്തമാഃ വയം അപി, തത്വവിത്തുക്കളിൽ, തത്വമറിയുന്നവരിൽ വെച്ച് ശ്രേഷ്ഠന്മാരായ ആളുകളും അതിൽ ഞങ്ങളടക്കം. വയം അപി, ഈ ഋഷിമുനിമാരായ ഞങ്ങളടക്കം എല്ലാ തത്വങ്ങളും അറിയുന്നവരാണെങ്കിലും ഞങ്ങളും യന്മായയാ വിമോഹിതാഃ, ഏതൊരു ഭഗവാന്റെ മായ കൊണ്ട് മോഹിതരാണ്. നമ്മള് ഭഗവാന്റെ മായ കൊണ്ട് മോഹിതരായിട്ടാണ് പല പ്രവൃത്തികളും ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ തോന്നില്ല. എപ്പോഴാണ് നമുക്ക് വ്യവഹാരം ചെയ്യാൻ തോന്നുന്നത്? ദ്വൈതമുണ്ട് എന്ന് തോന്നുമ്പോഴേ ഉള്ളൂ. എല്ലാം ഒന്നാണെന്നുള്ള ബോധം എപ്പോഴും ഉറച്ചിരിക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യാനുമില്ല, അല്ലേ? എല്ലാം ഒന്നാണ്, എല്ലാം ബ്രഹ്മമയം. ആ ബ്രഹ്മത്തിന് ഒന്നും ഉണ്ടാക്കാനുമില്ല, എവിടെയും പ്രാപിക്കാനുമില്ല, ഒന്നും സംസ്കരിക്കാനുമില്ല, അല്ലേ? ഉൽപാദ്യം, ആപ്യം, സംസ്കാര്യം, വികാര്യം എന്നുള്ള കർമ്മഫലങ്ങളായിട്ടുള്ള കാര്യങ്ങളൊന്നും നേടാനില്ല, സാധിക്കാനില്ല.
അപ്പൊ കർമ്മം കൊണ്ട് ഒന്നും നേടാനില്ലാത്ത പൂർണ്ണ വസ്തുവാണ് ബ്രഹ്മം. എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് എവിടെയും പ്രാപിക്കാനില്ല, അതിനുവേണ്ടി ഗമിക്കേണ്ടതില്ല. പരിശുദ്ധമായതുകൊണ്ട്, രണ്ടില്ലാത്തതുകൊണ്ട്, അതിൽ മറ്റൊരു വസ്തു അഴുക്കായി കലർന്നിട്ടില്ലാത്തതുകൊണ്ട്, നിത്യശുദ്ധമായതുകൊണ്ട് സംസ്കരിക്കേണ്ട ആവശ്യമില്ല എന്നുമുള്ളതായതുകൊണ്ട് ഉൽപ്പാദിപ്പിക്കേണ്ട കാര്യമില്ല. ഇനി ഒന്നിനെ പരിണമിപ്പിച്ച് വേറൊന്ന് ആക്കാൻ എന്നുള്ള അർത്ഥത്തിലും ഒരു പ്രയത്നവും ആവശ്യമില്ല. അത് അവികാരിയാണ്. വികാരരഹിതമായിട്ടുള്ള വസ്തുവിന് വികാരമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് വൃഥാ പ്രയത്നമാണ്. അപ്പോ ഏകവും അദ്വിതീയവുമായിട്ടുള്ള ഒരേ ഒരു വസ്തു ബ്രഹ്മം മാത്രമാണ് സത്യം. ആ സത്യബോധം നമ്മൾക്ക് എപ്പോഴും ഉണർന്നിരിക്കുകയാണെങ്കിൽ ഒന്നും ഇവിടെ ചെയ്യാനില്ല, ഒരു വ്യവഹാരവും ചെയ്യാനില്ല. പിന്നെ എപ്പോഴാ വ്യവഹാരം? വ്യവഹാരം ഇവിടെ ദ്വൈത ബുദ്ധിയുള്ളപ്പോഴേ ഉള്ളൂ, നാനാത്വ ബുദ്ധിയുള്ളപ്പോഴേ ഉള്ളൂ. ഈ നാനാത്വ ബുദ്ധി, ദ്വൈത ബുദ്ധി, ഇതെല്ലാം എവിടുന്നാണ് ഉണ്ടാവുന്നത്? യന്മായജ. അപ്പോ മഹാപുരുഷന്മാർ പോലും ലോകസംഗ്രഹത്തിനായിക്കൊണ്ട് പ്രവർത്തിക്കുന്നത് പോലും ലോകമുണ്ട്, ലോകത്തെ സംഗ്രഹിക്കണം എന്നുള്ളതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വ ബോധം തോന്നുമ്പോഴാണ്. ലോകം വേറെ, ആ ലോകത്തെ നിലനിർത്തേണ്ടതുണ്ട്, സംരക്ഷിക്കേണ്ടതുണ്ട്, അതിന് സന്മാർഗം ഉപദേശിക്കേണ്ടതുണ്ട്, സന്മാർഗം ആചരിച്ച് കാണിക്കേണ്ടതുണ്ട് എന്നൊക്കെ ഉള്ളതായിട്ടുള്ള തോന്നലുള്ളപ്പോഴേ അതൊക്കെ ഉള്ളൂ. രമണ മഹർഷിയെ പോലെ മഹാത്മാക്കൾ ആ അവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് ഞാൻ എന്ന് ചോദിച്ചാൽ ചുമ്മാ എന്ന് പറയും. നീ ഒന്നും ചെയ്യ വേണ്ട, ചുമ്മാ ചുമ്മാ ഇരിക്കാൻ സാധിക്കണ്ടേ ഈ മായയിൽ ഭ്രമിച്ചു കിടക്കുന്നവർക്കൊക്കെ? ഈ മായ നമ്മളെ ചുമ്മാ ഇരുത്തുവോ? ഈ മായ നമ്മളെ ഈ പറഞ്ഞ നെട്ടോട്ടം ഓടിച്ചുകൊണ്ടേയിരിക്കും. ചുമ്മാ ഇരിക്കാൻ എല്ലാവർക്കും പറ്റില്ല. ചുമ്മാ ഇരിക്കണമെങ്കിൽ രമണ മഹർഷിയെ പോലെ ആവണം. ഏകത്വം ദർശിക്കുന്ന ആ ഒരു പ്രജ്ഞ, സ്ഥിതപ്രജ്ഞത, അവിടേക്ക് എത്തിയാൽ മാത്രമേ ചുമ്മാ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോ ബാക്കിയുള്ള വ്യവഹാരങ്ങളൊക്കെ ലോകസംഗ്രഹം എന്ന് പറയുന്നത് പോലും ദ്വൈതത്തിലാണ്. വ്യവഹാരം എന്ന് പറഞ്ഞാൽ ദ്വൈതത്തിലാണ്. അദ്വൈതത്തിൽ വ്യവഹാരം ഇല്ല. അദ്വൈതമാണ് സത്യം, ദ്വൈതം മായ. മായയിലാണ് വ്യവഹാരം. സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇതൊക്കെ മായയാണ്. ഇതിൻ്റെ ഉള്ളിലാണ് ബാക്കി നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഈശ്വരന്റെ സൃഷ്ടി, ഈശ്വരന്റെ സ്ഥിതി, ഈശ്വരന്റെ സംഹാരം, അതിൻ്റെ ഹോൾസെയിൽ ഡീലർ ഈശ്വരനാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ റീറ്റെയിലായിട്ടുള്ള സൃഷ്ടിയോ സ്ഥിതിയോ സംഹാരമോ ഒളിച്ചു കടത്തുന്നു. ഇതിന്റെ ടോട്ടൽ ഉടമസ്ഥൻ, ഇവിടെ നടക്കുന്ന സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് മുഴുവൻ ടോട്ടൽ ഉടമസ്ഥനായിട്ട് ഈശ്വരൻ. ആ ഈശ്വരന്റെ കൂട്ടത്തിൽ നമ്മളും കൂടുന്നു. ശ്രീരാമസ്വാമിയും വാനരന്മാരും കൂടി സേതുബന്ധനം എന്ന വലിയൊരു സൃഷ്ടി ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ചില അണ്ണാരക്കണ്ണന്മാരും അല്പം മണ്ണും ചുമന്നുകൊണ്ട് അതിൻ്റെ ഇടയിൽ കിടന്ന് കളിച്ചതുപോലെ നമ്മളും ഇടയിൽ കിടന്ന് കളിക്കുകയാണ്. അണ്ണാരക്കണ്ണനും തന്നാലായത്, ഭഗവാന്റെ മായാലീലയിൽ നമ്മളാലാവുന്ന കോൺട്രിബ്യൂഷൻ നമ്മളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഭഗവാന്റെ മായാലീലയാണ് സൃഷ്ടി, സ്ഥിതി, സംഹാരം.
ഇതിൽ നമ്മളും കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുക. നമ്മളും ചെറിയ കോൺട്രിബ്യൂഷൻ ചെയ്യണു, അതൊരു ലീലയായിട്ട് ചെയ്യണു. വാസ്തവത്തിൽ നമ്മുടെ ഒരു സഹായവും ഭഗവാന് ആവശ്യമൊന്നുമില്ല. എങ്കിലും ഭഗവാൻ നമുക്കും അവസരം നൽകിയിരിക്കുന്നു. അപ്പോൾ ചിന്തിക്കാനുള്ളതാണ്. യന്മായയാ തത്വവിദുത്തമാ വയം വിമോഹിതാ വിശ്വസൃജാമതീശ്വരാ. ഇനി സൃഷ്ടാക്കളിൽ അതീശ്വരന്മാരായിട്ടുള്ളവർ പോലും, ഇനി തത്വവിത്തുക്കളിൽ ഉത്തമന്മാരായിട്ടുള്ളവരും ഞങ്ങളും എല്ലാവരും ഏതൊരു ഭഗവാന്റെ മായ കൊണ്ട് മോഹിതരായിരിക്കുന്നുവോ, യത് ഈഹയാ ഗൂഢഃ ഈശിതവ്യായതി ഭഗവത് വിജേഷ്ഠിതമഹോ വിചിത്രം. യത് ഈഹയാ, ഏതൊന്നിന്റെ ചെയ്യുവാനുള്ള എന്താ പറയുക, വ്യാപാരം കൊണ്ട് ഭഗവാൻ ഈ പ്രപഞ്ചത്തിന്റെ പരിപാലനം എന്ന ഒരു നാടകം ഇച്ഛിക്കുന്നു. അതാണ് ഈഹ. ഈഹ എന്ന് പറഞ്ഞാൽ ആഗ്രഹം, പ്രവൃത്തി എന്നൊക്കെ അർത്ഥമാണ്. യദീഹയ, എന്തൊന്ന് സങ്കല്പിച്ചുകൊണ്ട് ഭഗവാൻ ഈ പ്രപഞ്ച നാടകം നടത്തുന്നു. അപ്പോ ഗൂഢഃ, രഹസ്യമായിട്ട്, ഈശിതവ്യായതി, ഈശിതവ്യനെ പോലെ ഭവിക്കുന്നു. ആയതി എന്നുള്ളത് ഒരു പ്രത്യേക പ്രയോഗമാണ്. മാർഗാവർത്തിത പാദുക പശുപതേരംഗസ്യ കൂർച്ചായതേ ഗണ്ഡൂഷാംബു നിഷേചനം പുരരിപോഃ ദിവ്യാഭിഷേകായതേ കിഞ്ചിത് ഭക്ഷിതമാംസശേഷകബളം നവ്യോപഹാരായതേ ഭക്തി കിം ന കരോത്യഹോ വനചരോ ഭക്താവതം സായതേ. ആയതേ 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 എന്ന് പറഞ്ഞാൽ അതുപോലെ ആവുന്നു എന്ന്, അതായി തീരുന്നു എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്നതാണ്. ഇവിടെയും ഭഗവാൻ ഈശിതവ്യം. അപ്പൊ ഈശിതവ്യനെ പോലെ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കേണ്ടവനാണ്, ഈ പ്രപഞ്ചം നിയന്ത്രിക്കപ്പെടേണ്ടതാണ് എന്നൊക്കെ അഭിനയിക്കുകയാണ് ഗൂഢനായിട്ട്. അങ്ങനെയുള്ള ഭഗവാന്റെ വിചേഷ്ടിതം, ലീല, നാടകം, അഹോ വിചിത്രം. പ്രപഞ്ചത്തെ ഭഗവാൻ തന്നെ നിർമ്മിച്ചിട്ട് അതിനെ താൻ തന്നെ നിയന്ത്രിക്കാനായിക്കൊണ്ട് താൻ തന്നെ ചില നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇപ്പൊ നമ്മള് വെറുതെ ഇരിക്കുമ്പോൾ ബോറടിച്ചിട്ടാണ് നമ്മൾ പല ഗെയിംസും കണ്ടുപിടിച്ചിരിക്കുന്നത് മനുഷ്യന്മാര്, അല്ലേ? ചെസ് കളിക്കണു, ക്യാരം ബോർഡ് കളിക്കണു, ഫുട്ബോൾ കളിക്കണു, ക്രിക്കറ്റ് കളിക്കണു, കബഡി കളിക്കണു. ഏത് ഗെയിമാണെങ്കിലും അതിന് അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട്. അല്ലാതെ ചെസ്സില് എന്താ പറയുക, ആ കരുക്കള് ആർക്കും ഒരു വ്യവസ്ഥയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിയും വലിയും തോന്നിയതുപോലെയും നിൽക്കാൻ പറ്റുമോ? ആ ചെസ് കളി നിലനിൽക്കണമെങ്കിൽ നിയമങ്ങൾ ഉണ്ടായിരിക്കണം. ക്യാരം ബോർഡ് കളി തുടരണമെങ്കിൽ, നിലനിൽക്കണമെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടായിരിക്കണം. ചീട്ട് കളിക്കുകയാണെങ്കിലും നിയമങ്ങളുണ്ട്. ഫുട്ബോൾ കളിക്കാൻ നല്ല നിയമങ്ങളുണ്ട്, ക്രിക്കറ്റ് കളിക്കാൻ നിയമങ്ങളുണ്ട്, ഏത് കളിക്കും നിയമങ്ങളുണ്ട്. നിങ്ങൾ കളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ട് എന്തിനാ ഇപ്പൊ ഈ നിയമങ്ങളെ കൊണ്ട് സ്വയം ബന്ധിക്കണം എന്ന് ചോദിച്ചാലേ അതൊരു ബന്ധനമാണ് വാസ്തവത്തില്. കുട്ടികളായിരിക്കുമ്പോൾ നമ്മളൊക്കെ ഈ നിയമങ്ങളെയൊക്കെ ലംഘിക്കും. എനിക്ക് ബാധകമല്ല ഈ നിയമം എന്ന് പറയും, അല്ലേ? നമ്മൾക്ക് ഈ നിയമങ്ങളൊന്നും ബാധകമല്ല എന്ന് കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ കളിക്കുമ്പോൾ നമ്മളെ ആരെങ്കിലും നിയന്ത്രിക്കാൻ വന്നാൽ എല്ലാം തട്ടിത്തെറിപ്പിക്കും. എനിക്ക് ജയിക്കാൻ ഞാൻ ഏത് വഴിക്കും പോകും, ഏത് തെറ്റായ വഴിയും ഞാൻ സ്വീകരിക്കും.
നിയമങ്ങൾക്ക് അതീതനായി ഞാൻ പോകും. അപ്പോൾ ആ കളി വ്യവസ്ഥയില്ലാതാവും, ആ കളി നിലനിൽക്കില്ല. എല്ലാവരും നിയമം പാലിക്കാൻ തയ്യാറായാൽ മാത്രമേ ആ കളി മുന്നോട്ട് പോവുകയുള്ളൂ. ഏതെങ്കിലും ഒരാൾ നിയമങ്ങൾ ലംഘിക്കാൻ തുടങ്ങിയാൽ കലഹമായി അവിടുന്ന് അവർ എല്ലാവരും എണീച്ചു പോകും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കളികളിൽ നമ്മൾ നിയമങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതേപോലെ ഈശ്വരന്റെ കളിയാണ് ഈ പ്രപഞ്ചം, ഈ സൃഷ്ടി. സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന കളി കളിക്കണു മൂപ്പര്. അതിന് മൂപ്പര് ചില നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. അതിനാണ് ധർമ്മം എന്ന് പറയുന്നത്. ആ ധർമ്മത്തെ രക്ഷിക്കലാണ് ഈശ്വരൻ എന്ന പേരിൽ ഭഗവാൻ ചെയ്യുന്നത്. ഭഗവാൻ തന്നെയാണ് ഇതിൽ റഫറി ആയിട്ട് നിൽക്കുന്നത്. ഈ കളിയുടെ, ഈ പ്രപഞ്ച നാടകത്തിന്റെ റഫറി ഭഗവാൻ തന്നെ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, ഈശിതവ്യായതി, അങ്ങ് ഗൂഢനായിട്ട് ഈശിതവ്യനായി ഭവിക്കുന്നു. അങ്ങനെയുള്ള അങ്ങയുടെ ഭഗവത് വിചേഷ്ടിതമഹോ, ആശ്ചര്യം, വിചിത്രം വിചിത്രം. സമ്മതിച്ചു കേട്ടോ ഭഗവാനെ എന്നാണ് ഈ ഋഷിമുനിമാര് പറയുന്നത്. അങ്ങയുടെ മായാലീലകൾ കൊള്ളാം. ഇതും അങ്ങനെ ഒരു മായാലീലയല്ലേ? ഈ ലോകത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി, ഈ ലോക വ്യവഹാരം നടന്നു കൊണ്ടുപോകാൻ വേണ്ടി സജ്ജനങ്ങളുടെ മാഹാത്മ്യം അങ്ങെടുത്ത് പറഞ്ഞത് ശരി തന്നെ. ഒരർത്ഥത്തിൽ അത് ന്യായം. എന്നാൽ ഞങ്ങളുടെ ദൃഷ്ടിയിൽ നോക്കുമ്പോഴോ, ഞങ്ങൾ അങ്ങയെ പൂജിക്കാൻ വന്നവരാണ്. അങ്ങ് ഞങ്ങളെ പൂജിക്കാൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അനീഹയേതദ്ബഹുധൈക ആത്മനാ സൃജത്യവത്യത്തി ന ബധ്യതേ യദാ ഭൗമൈർഹി ഭൂമിർബഹുനാമരൂപിണീ അഹോ വിഭൂം നശ്ചരിതം വിഡംബനം. അനീഹയേതദ്ബഹുധൈക ആത്മനാ സൃജത്യവത്യത്തി ന ബധ്യതേ യഥാ ഭൗമൈർഹി ഭൂമിർബഹുനാമരൂപിണീ അഹോ വിഭൂം നശ്ചരിതം വിഡംബനം. വാസ്തവത്തിൽ അങ്ങ് ആരാണ്? അനീഹ. അനീഹ എന്ന് പറഞ്ഞാൽ ഈഹ ഇല്ലാത്തവൻ. ഈഹ വ്യാപാരം. അപ്പൊ യാതൊരു വ്യാപാരവും ഇല്ലാത്ത നിശ്ചേഷ്ടനായ, സർവത്ര നിറഞ്ഞിരിക്കുന്ന ഏകനായ അങ്ങ് ഏകഃ. അനീഹ ഏകഃ. വ്യാപാരഹീനനും ഒരുവനുമായിരിക്കുന്ന അങ്ങ്, ഏകനായിരിക്കുന്ന അങ്ങ്, രണ്ടില്ലാത്തത് കൊണ്ട് അങ്ങേക്കൊന്നും ചെയ്യാനില്ല. അങ്ങനെ ഇരിക്കെ ആത്മനാ ഏതത് ബഹുധാ സൃജതി അവതി അത്തി. ഏകനായിരുന്ന അങ്ങ്, വ്യാപാരരഹിതനായിരുന്ന, അല്ലേ, നാരായണീയത്തിൽ പറയില്ലേ, നിർവ്യാപാരോപി, ഒരു വ്യാപാരവും ഇല്ലാതിരുന്നിട്ടും അങ്ങ് തന്നെ സ്വയം ഈ പ്രപഞ്ച സൃഷ്ടി ചെയ്യുന്നു. അത് തന്നെയാണ് ഇവിടെ ഏകഃ, ഏകനായ അങ്ങ് ആത്മനാ ഏതത് ബഹുധാ സൃജതി. ആത്മനാ തന്നെത്താൻ, തന്നെ കൊണ്ട് തന്നെ, താൻ തന്നെ പലതായി തീരുന്നു എന്നർത്ഥം. ഏതത് ഈ ജഗത്തിനെ ബഹുധാ സൃജതി, പലതായി സൃഷ്ടിക്കുന്നു. ഏകോഹം ബഹുസ്യാം എന്ന സങ്കല്പം കൊണ്ട്, ഏകനായ ഞാൻ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചു, ഇത്തിരി കളിക്കാം എന്ന് വിചാരിച്ച് സോകാമയത, അവൻ സങ്കൽപ്പിച്ചു ഏകോഹം ബഹുസ്യാം, ഏകനായ ഞാൻ പലതായി തീരട്ടെ എന്ന്. അതാണ് ആത്മനാ ഏതത് ബഹുധാ സൃജതി. സൃജതി സർജിക്കുന്നു, സൃഷ്ടിക്കുന്നു, അവതി രക്ഷിക്കുന്നു, അത്തി ഭക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ സംഹരിക്കുന്നു. അപ്പോ എല്ലാറ്റിനെയും സംഹരിക്കുകയും ചെയ്യുന്നു. ന ബധ്യതേ, എന്നാൽ ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളാലൊന്നും അങ്ങ് ബന്ധിതനല്ല. ഇത് അങ്ങയുടെ ലീല മാത്രമാണ്.
ലീലയാൽ അങ്ങ് ബന്ധിതനല്ല. ആരോടും ഉത്തരവാദിത്വമൊന്നുമില്ല അങ്ങേക്ക്. ആരോടും മറുപടി പറയേണ്ട കാര്യമൊന്നുമില്ല. അങ്ങ് ചെയ്യുന്ന കർമ്മങ്ങളെ ശരിയല്ല എന്ന് പറയാനോ ശിക്ഷിക്കാനോ ആരുമില്ല. അതുകൊണ്ട് തന്നെ പുണ്യപാപാദികളൊന്നും അങ്ങയെ ബാധിക്കുന്നില്ല. അനബദ്ധ്യതേ, ഒന്നിനാലും ബന്ധിക്കപ്പെടുന്നില്ല. യഥാ ഭൗമൈഹി ഭൂമിഹി ബഹുനാമരൂപിണി, എപ്രകാരമാണോ ഭൗമൈഹി ഭൂമിയുടെ വികാരങ്ങളെ കൊണ്ട്, ഭൂമിയിൽ നിന്ന് തന്നെ ഉണ്ടായതാണ് ഭൗമങ്ങളായ വസ്തുക്കളെല്ലാം. വൃക്ഷലതാദികൾ, പക്ഷി മൃഗാദികൾ, കല്ല് മണ്ണ് എല്ലാം ഭൗമങ്ങളാണ്. ലോഹങ്ങളെല്ലാം ഭൗമങ്ങളാണ്. ഇങ്ങനെ ഭൂമിഹി ബഹുനാമരൂപിണി, ഭൂമി വാസ്തവത്തിൽ ഒന്നാണ്. ഒരേ ഭൂമിയെ തന്നെ ഭൗമങ്ങളെ വേറെ വേറെയായിട്ട് നമ്മൾ വ്യവഹരിക്കുന്നു. ഭൂമിയിൽ നിന്ന് ഭവിച്ച വൃക്ഷങ്ങൾ ഓരോന്നും വ്യത്യസ്തങ്ങളായിരിക്കുന്നു. അല്ലേ? മാവല്ല പ്ലാവ്, പ്ലാവല്ല ആല്, ആലല്ല പുളിമരം, പുളിമരമല്ല മുള, എല്ലാം ബഹുരൂപനാമം. എന്നാൽ എല്ലാം എവിടുന്നാ ഉണ്ടായത്? എല്ലാം ഭൂമിയിൽ നിന്ന്, എല്ലാം ഭൗമങ്ങളാണ്. ഇപ്പൊ ഭൂമിയിലുണ്ടായിട്ടുള്ള സകല ഭൂതങ്ങളെയും വേറെ വേറെ വേറെയായിട്ട് വ്യവഹരിക്കുമ്പോഴും ഭൂമി ഏകാ, ബഹുനാമരൂപിണി അപി ഭൂമി ഏക. അതുപോലെ വിഭൂംനഃ ചരിതം വിഡംബനം അഹോ, വിഭൂമാവായിരിക്കുന്ന അങ്ങയുടെ ലീലകൾ, അങ്ങയുടെ ചരിതം വിഡംബനം, അങ്ങയുടെ ഈ നാടകം ലോകത്തെ അല്ലേ അനുകരിക്കാൻ വേണ്ടി, ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നാടകമാണ്. അഹോ ആശ്ചര്യം ആശ്ചര്യം, അങ്ങ് വിഭൂമാവാണ്. വിഭൂമ വിശേഷേണ എല്ലാമായി ഭവിച്ചവനും എല്ലാറ്റിലും വലിയവനും എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്നവനും എല്ലാം അങ്ങയിൽ അടങ്ങിയിരിക്കുന്നവനുമാണ് അങ്ങ്. വിശേഷേണ ഭൂമാ വിഭൂമാ, എല്ലാമായി ഭവിച്ചവൻ, എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്നവൻ, എല്ലാം ആരിലിരിക്കുന്നുവോ അവൻ. അപ്പോ തീർച്ചയായിട്ടും അങ്ങയുടെ ഈ നാടകം ഗംഭീരം തന്നെ. അങ്ങയുടെ വേഷം കെട്ട് ഗംഭീരം തന്നെ, ആശ്ചര്യം തന്നെ, ആശ്ചര്യം തന്നെ എന്ന് ആ ഭഗവാന്റെ നാടകത്തിന്റെ പൊരുൾ അറിഞ്ഞ തത്വജ്ഞാനികളായ അവർ ഭഗവാന്റെ ഈ ലീലകളെ ആശ്ചര്യം എന്ന് പറയണം. അനീഹയേതദ്ബഹുധൈക ആത്മനാ സൃജത്യവത്യത്തി ന ബധ്യതേ യഥാ ഭൗമൈർഹി ഭൂമിർബഹുനാമരൂപിണി അഹോ വിഭൂംനശ്ചരിതം വിഡംബനം. അധാപി കാലേ സ്വജനാഭിഗുപ്തയേ ബിഭർഷി സത്വം കലനിഗ്രഹായ ച സ്വലീലയാ വേദപദം സനാതനം വർണ്ണാശ്രമാത്മാ പുരുഷഃ പരോ ഭവാൻ. അദാപി കാലേ സ്വജനാഭിഗുപ്തയേ ബിഭർഷി സത്വം ഖലനിഗ്രഹായ ച സ്വലീലയാ വേദപദം സനാതനം വർണ്ണാശ്രമാത്മാ പുരുഷഃ പരോ ഭവാൻ. എല്ലാം ഭഗവാന്റെ ലീലയാണ്, ആശ്ചര്യകരമായ ലീലയാണ് ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം. അപ്പൊ മൊത്തത്തിലൊരു നാടകമാണ്. ആ നാടകത്തിൻ്റെ ഉള്ളിൽ ചില നാടകങ്ങളുണ്ട്. സിനിമയ്ക്കുള്ളിൽ സിനിമ, അല്ലേ? സ്വപ്നത്തിന്റെ അകത്ത് സ്വപ്നം കാണും നമ്മൾ, അല്ലേ? സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കുന്ന നമ്മൾ ചിലപ്പോ മറ്റൊരു സ്വപ്നം അവിടെ കാണാം. സ്വപ്നത്തിലെ ദൃശ്യമായിരുന്ന ഞാൻ, ദ്രഷ്ടാവായിരിക്കുന്ന ഞാൻ വേറെ, ഉറങ്ങുന്ന ഞാനാണ്. ആ ഞാൻ, ദൃശ്യമായിരിക്കുന്ന ഞാൻ വേറൊരു സ്വപ്നം കാണുന്നതായിട്ടും കാണാം. സിനിമയ്ക്കുള്ളിലെ സിനിമ, നാടകത്തിൻ്റെ ഉള്ളിലെ നാടകം എന്നതുപോലെ ഭഗവാൻ ചിലയിടത്ത് വളരെ സീരിയസ് ആയിട്ട് ചില നാടകങ്ങളൊക്കെ കളിക്കും. വാസ്തവത്തിൽ ഇത് മൊത്തത്തിൽ സൃഷ്ടിസ്ഥിതി സംഹാരം ലീലയാണ് എന്ന് പറഞ്ഞു. വിഡംബനം. അധാപി, ഈവൻ ദെൻ,
കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കളി സീരിയസ് ആണ് ഭഗവാന്റെ. കളി മാത്രമല്ല, കളിയിൽ ഗൗരവമുണ്ട് ഭഗവാന്. അതാണ് അധാപി എങ്കിലും കാലേ സ്വജനാഭിഗുപ്തയേ യഥാകാലം സംഭവാമി യുഗേ യുഗേ. അല്ലേ? കാലത്തിനനുസരിച്ച് സ്വജനാഭിഗുപ്തയേ പരിത്രാണായ സാധൂനാം പരിത്രാണായ ഭഗവാനെ ഭജിക്കുന്ന സജ്ജനങ്ങളെ, സാധുക്കളെ ത്രാണനം ചെയ്യുവാൻ. അതാണ് സ്വജന അഭിഗുപ്തയെ, സ്വജനങ്ങളുടെ രക്ഷയ്ക്കായി കൊണ്ടും. ഖലനിഗ്രഹായ വിനാശായ ച ദുഷ്കൃതാം വിനാശായ. അതാണ് ഖലനിഗ്രഹായ, ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനായിക്കൊണ്ടും. സത്വം വിബർഷി, അങ്ങയുടെ ശുദ്ധസത്വം സ്വീകരിച്ചുകൊണ്ട് അങ്ങൊരു രൂപത്തെ ധരിക്കുന്നു, അവതാര രൂപത്തെ ധരിക്കുന്നു. അപ്പൊ നാരായണനായി അങ്ങ് പ്രപഞ്ച സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നതോടൊപ്പം അങ്ങയുടെ അംശത്തിൽ നിന്ന് സത്വഗുണം സ്വീകരിച്ച് അവതാരങ്ങളായിട്ട് സജ്ജനങ്ങളെ രക്ഷിക്കുകയും ദുഷ്ടജനങ്ങളെ നിഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നു. വിരാട് പുരുഷ രൂപത്തിലല്ല ഇതൊന്നും ചെയ്യുന്നത്. വിരാട് പുരുഷൻ വേറൊരു രൂപം എടുക്കുന്നതായിട്ടാണ് ഈ അവതാര രൂപങ്ങൾ. വിരാട് പുരുഷനിൽ നിന്ന് ഉണ്ടാവുന്ന രൂപങ്ങളാണ് അവതാര രൂപങ്ങൾ. അപ്പോ ഖലനിഗ്രഹായ സത്വം വിബർഷി. അതുപോലെ വർണ്ണാശ്രമാത്മാ പരഃ പുരുഷ, വർണ്ണാശ്രമ ധർമ്മങ്ങളെ നിലനിർത്തുന്ന ആ സ്വരൂപമായിട്ട്, മൂർത്തിയായിട്ട്, വർണ്ണാശ്രമധർമ്മമൂർത്തിയായിട്ട് പരമപുരുഷനായ അങ്ങ്, ശ്രേഷ്ഠപുരുഷനായ അങ്ങ് ഭവാൻ സ്വലീലയാ സനാതനം വേദപദം ബിബർഷി. അങ്ങയുടെ തന്നെ ലീല കൊണ്ട്, അങ്ങയുടെ ആചാരാദി ലീലകളെ കൊണ്ട് വർണ്ണാശ്രമധർമ്മങ്ങളെയും അത് സനാതനമായ വേദമാർഗത്തെ, വേദപന്ഥാവിനെ ബിബർഷി ഭരിക്കുന്നു, ധരിക്കുന്നു. അപ്പൊ ശാശ്വതമായ വേദമാർഗത്തെ, വൈദിക ധർമ്മത്തെ അങ്ങ് സംരക്ഷിക്കുന്നത് ലീലയായിട്ട് വർണ്ണാശ്രമധർമ്മങ്ങളെ സംരക്ഷിച്ചുകൊണ്ടാണ്. അപ്പൊ ഈ നാടകത്തിലെ, ഈ കളിയിലെ, ലോക സൃഷ്ടിസ്ഥിതി സംഹാര ലീലയിലെ ചില നിയമങ്ങളാണ് വർണ്ണാശ്രമധർമ്മങ്ങൾ. ഈ വർണ്ണാശ്രമധർമ്മങ്ങളിലൂടെ ഈ ലോക നാടകം കൂടുതൽ കാലം നിലനിൽക്കാനായിക്കൊണ്ട്, ഈ കളി തുറന്നു കൊണ്ടുപോകാനായിക്കൊണ്ട് അങ്ങ് പ്രയത്നം ചെയ്യുന്നു. അങ്ങ് അവതാരമൂർത്തിയായി ധരിച്ച് വന്ന് ഈ വർണ്ണാശ്രമധർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചു കാണിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് അനുഷ്ഠിപ്പിക്കുകയും ഉപദേശിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഇതിനെ നിലനിർത്തുന്നു. വേദമാർഗത്തെ അങ്ങ് രക്ഷിക്കുന്നു. ബിബർഷി, ഭരിക്കുന്നു. ത്വം ബിബർഷി, അങ്ങ് ഭരിക്കുന്നു, അങ്ങ് നിലനിർത്തുന്നു എന്നർത്ഥം. അങ്ങ് ഭാരവാഹിത്വം നിർവഹിക്കുന്നു. ബ്രഹ്മത്തെ ഹൃദയം ശുക്ലം തപസ്വാധ്യായ സംയമൈഃ യത്രോപലബ്ധം സദ്വ്യക്തം അവ്യക്തം ച തതഃ പരം. ബ്രഹ്മത്തെ ഹൃദയം ശുക്ലം തപസ്വാധ്യായ സംയമൈഃ യത്രോപലബ്ധം സദ്വ്യക്തം അവ്യക്തം ച തതഃ പരം. ഇപ്പോ ഭഗവാൻ ഈ ബ്രാഹ്മണരായ ഈ മഹാത്മാക്കളെ പുകഴ്ത്തിയല്ലോ, അവരെ സ്തുതിച്ചുവല്ലോ. എന്തുകൊണ്ടാണ് അവരെ സ്തുതിച്ചത്? ഈ ബ്രാഹ്മണരാണ് സമൂഹത്തിന് ഏറ്റവും മാതൃകയായി, ജ്യേഷ്ഠന്മാരായി മുന്നേ നടക്കേണ്ടവർ. ജ്യേഷ്ഠന്മാർ നല്ലവരായാലേ അനുജന്മാരും നല്ലവരാവൂ. അനുജന്മാര് ഈ ജ്യേഷ്ഠന്മാരെ പിന്തുടരുകയാണ് പതിവ്. യദ്യദാചരതി ശ്രേഷ്ഠഃ തത്തദേവ ഇതരോ ജനഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. അപ്പോ ഈ ബ്രാഹ്മണ ധർമ്മം നിലനിൽക്കണം. ബ്രാഹ്മണരെ ജനങ്ങൾ ബഹുമാനിക്കണം. ഇതാണ് ഭഗവാന്റെ ബ്രാഹ്മണ ഭക്തിയുടെ കാരണം. ഭഗവാൻ ബ്രാഹ്മണരെ കൂടുതൽ ബഹുമാനിക്കാനും
സ്തുതിക്കാനും ഒക്കെ കാരണം എന്താ? ഇവരെ നന്നാക്കി നിലനിർത്തണം. ഇവര് അവരുടെ ധർമ്മം സ്വതന്ത്രമായി അനുഷ്ഠിക്കുകയും മറ്റുള്ളവർക്ക് മാതൃകയാവുകയും വേണം. അപ്പൊ ഈ സോക്കാൾഡ് ബ്രാഹ്മണരായിട്ടുള്ള ആളുകൾ അവരുടെ ധർമ്മം വെടിഞ്ഞാലോ? അപ്പൊ എല്ലാവരും അവരവരുടെ ധർമ്മം വെടിയും, ലോകം നശിക്കും. അതാണ് ഇടകാലത്തുണ്ടായത്. ഇപ്പോഴും അതിന്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല. സ്വയം ബ്രാഹ്മണരെന്ന് അഭിമാനിക്കുന്നവരും മറ്റുള്ളവരും അവരെ ബ്രാഹ്മണരെന്ന് ബഹുമാനിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ആളുകൾ, ജ്യേഷ്ഠന്മാർ ശ്രേഷ്ഠന്മാർ എന്നൊക്കെ കരുതിയിരുന്നവർ അവരുടെ ധർമ്മം വെടിഞ്ഞു. അവര് സ്വാർത്ഥരായി. അവര് മറ്റുള്ളവരെ ചൂഷണം ചെയ്യാനും ഉപയോഗിക്കാനും ഒക്കെ തുടങ്ങി. അതോടുകൂടി എല്ലാവരും അവരവരുടെ ധർമ്മം വെടിഞ്ഞു. അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ വന്നു ചേർന്നത്. ഇനിയിപ്പോ ഇതിനെ റെക്ടിഫൈ ചെയ്യാൻ എന്താ വഴി? അപ്പൊ ധാരാളം ബ്രാഹ്മണരുണ്ടാവണം. ആരാണ് യഥാർത്ഥ ബ്രാഹ്മണൻ എന്ന ബോധം ജനങ്ങൾക്കുണ്ടാവണം. ആരാണ് യഥാർത്ഥ ബ്രാഹ്മണൻ? സമൂഹത്തിന് ഉത്തമ മാതൃകയാക്കാവുന്ന സാത്വികന്മാരായിട്ടുള്ള, സദാചാരമുള്ളവരായിട്ടുള്ള, അറിവുള്ളവരായിട്ടുള്ള ആളുകളെയാണ് ബ്രാഹ്മണരായിട്ട് സമൂഹം കരുതേണ്ടത്, അറിയേണ്ടത്. അവരെയാണ് പിന്തുടരേണ്ടത്. അല്ലാതെ ഇന്നത്തെ പോലെ ധനാർത്തി കൊണ്ട് ക്ഷേത്രം കൊള്ളയടിക്കുന്നതിൽ കൂട്ടുനിൽക്കുന്നവരും ക്ഷേത്രങ്ങളെ കറവപ്പശുക്കളാക്കിക്കൊണ്ട് അല്ലേ തന്ത്രിയാണ് പൂജകന്മാരാണെന്നൊക്കെ പറഞ്ഞു നടക്കുന്നവരും അവിടെ വരുന്ന ഭക്തജനങ്ങളെയെല്ലാം ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന പാർട്ടികളല്ല ഉത്തമ ബ്രാഹ്മണർ. തിരിച്ചറിയുക. എല്ലാവരെയും അടച്ചു പറയുകയല്ല. ഓരോരുത്തരും അവരവരുടെ ധർമ്മബോധം ഉള്ളവരായി മാറട്ടെ. അതിനുവേണ്ടി പറയുകയാണ്. അപ്പോൾ സമൂഹത്തെ സ്നേഹിക്കുകയും സമൂഹത്തിന് മാതൃകയായി നിൽക്കുകയും നല്ല കാര്യങ്ങൾ ഉപദേശിക്കുകയും അവരെ ചൂഷണം ചെയ്യാതിരിക്കുകയും എല്ലാവരെയും ഉയർത്തണം എന്നുള്ള സമഭാവന, വിശാല ബുദ്ധി ഇതെല്ലാം ഉണ്ടായിരിക്കുകയും വേണം ബ്രാഹ്മണർ എന്ന് പറയുന്നവർക്ക്. എല്ലാവർക്കും ഈശ്വര മാർഗത്തിലേക്ക് ഉയരാൻ, ഈശ്വരനെ അറിയാൻ യോഗ്യതയുള്ളവരാണ് മനുഷ്യരായി ജനിച്ച ആർക്കും അതിനർഹതയുണ്ട്. അവരെയൊക്കെ അതിലേക്ക് പ്രേരിപ്പിക്കുകയാണ് വേണ്ടത്. എല്ലാവരും ആ വഴിക്ക് വരില്ല എങ്കിലും എല്ലാവർക്കും വരാനുള്ള പാത സുഗമമാക്കി കൊടുക്കുക എന്നതാണ് നമ്മുടെയൊക്കെ കർത്തവ്യം. ആ നല്ല പാത കണ്ടിട്ടെങ്കിലും ആളുകൾ ആ വഴിക്ക് വരട്ടെ. അവരെ നമുക്ക് കൈപിടിച്ച് നടത്തി ലക്ഷ്യത്തിലേക്ക് എത്തിക്കാം എന്ന ഉത്തരവാദിത്വമാണ് സോ കോൾഡ് ഇപ്പോ സ്വയം ബ്രാഹ്മണരാണെന്ന് പറഞ്ഞു നടക്കുന്നവർക്കൊക്കെ വേണ്ടത്. അല്ലാതെ വെറുതെ പൂണൂലിട്ട അച്ഛനും അമ്മയ്ക്കും ജനിച്ചതുകൊണ്ട് സ്വയം പൂണൂലിട്ടത് കൊണ്ട് ബ്രാഹ്മണരൊന്നും ആവില്ല. അപ്പൊ ഇവിടെ ഭഗവാൻ ഉദ്ദേശിക്കുന്ന ബ്രാഹ്മണ ധർമ്മം അത് ഈ പറഞ്ഞ മഹർഷിമാരൊക്കെ ബ്രാഹ്മണരാണെന്ന് പറഞ്ഞു അല്ലേ? അവരൊക്കെ എല്ലാവരും അവരുടെയൊക്കെ അച്ഛനമ്മമാര് ഈ പറഞ്ഞ പോലെ പാരമ്പര്യമായിട്ട് പൂണൂലിട്ടവരായിക്കൊള്ളണമെന്നില്ല, സോ കോൾഡ് ബ്രാഹ്മണരായിക്കൊള്ളണമെന്നില്ല. അവര് പറയിപെറ്റ പന്തീരുകുലത്തിൽ നിന്നും വരാം.
പക്ഷെ അവരുടെ അറിവാണ്, അവരുടെ മഹാത്മ്യമാണ് അവരെ ബ്രാഹ്മണരാക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത്, ഭഗവാൻ ബ്രാഹ്മണരെ പുകഴ്ത്തുന്നത്, ബ്രാഹ്മണരെ പൂജിക്കുന്നത്, ഇവിടെ സോക്കോൾഡ് അങ്ങനെയുള്ള ബ്രാഹ്മണരല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നതൊക്കെ യഥാർത്ഥ ഗുണകർമ്മ ബ്രാഹ്മണരാണ്, ജന്മബ്രാഹ്മണരല്ല. ഇവിടെ വന്നിരിക്കുന്നവരെല്ലാവരും ജന്മബ്രാഹ്മണരുണ്ടാവാം, എന്നാൽ ഇതിൽ ഓരോരുത്തരെയും എടുത്തു നോക്കിയാൽ ദ്വൈപായനൻ, നാരദൻ, ച്യവനൻ, ദേവലൻ, അസിതൻ, വിശ്വാമിത്രൻ, ശതാനന്ദൻ, ഭരദ്വാജൻ, ഗൗതമൻ, പരശുരാമൻ, വസിഷ്ഠൻ, ഗാലവൻ, ഭൃഗു, പുലസ്ത്യൻ, കശ്യപൻ, അത്രി, മാർക്കണ്ഡേയൻ, ബൃഹസ്പതി, ദ്വിതൻ, ത്രിതൻ, ഏകതൻ, ബ്രഹ്മപുത്രന്മാര്, അങ്കിരസ്, അഗസ്ത്യൻ, യാജ്ഞവൽക്യൻ, വാമദേവാദികൾ എന്നൊക്കെ പറഞ്ഞു. ഇതിൽ ഓരോരുത്തരുടെയും ജന്മത്തെക്കുറിച്ച് അന്വേഷിച്ചാൽ ചിലപ്പോ ബ്രാഹ്മണരുടെ മക്കളല്ല, അവരവരുടെ യോഗ്യത കൊണ്ട് കർമ്മങ്ങളെ കൊണ്ടൊക്കെ ബ്രാഹ്മണരായി തീർന്നവരാണ്. ദ്വൈപായനന്റെ കാര്യമെടുത്താൽ അല്ലേ, അവിടുന്ന് തുടങ്ങിയാലും വിശ്വാമിത്രന്റെ കാര്യം നോക്കിയാലും, വിശ്വാമിത്രൻ കുശിക രാജാവിന്റെ മകനായി കൗശികനായി ജനിച്ചതാണ്, ക്ഷത്രിയനാണ്. അതുപോലെ ഓരോരുത്തരെയും നമ്മൾ അന്വേഷിച്ചാൽ അവരുടെ പാരമ്പര്യം വ്യത്യസ്തമായിരിക്കാം. അതുകൊണ്ട് ഇവിടെ ബ്രാഹ്മണ ശബ്ദം ആരാണെന്ന് മനസ്സിലാക്കുക, ആ ബ്രാഹ്മണ്യം നേടാനായിക്കൊണ്ട് എല്ലാവരും പരിശ്രമിക്കുക. അപ്പൊ തസ്മാത് ബ്രഹ്മകുലം ബ്രഹ്മൻ ശാസ്ത്രയോനേഹേ ത്വം ആത്മനഃ സഭാജയസി സദ്ധാമ തദ് ബ്രഹ്മണ്യാഗ്രണീർഭവാൻ. തസ്മാത് അതുകൊണ്ട്, അല്ല നമ്മള് 19 കണ്ടുകൊണ്ടിരുന്നത് അല്ലേ. ബ്രഹ്മതേ ഹൃദയം ശുക്ലം തപസ്വാധ്യായ സംയമൈഹി യത്രോപലബ്ധം സദ്വ്യക്തം അവ്യക്തം ച തതഃ പരം. സത്ത് വ്യക്തം അവ്യക്തം തതഃ പരം തപസ്വാധ്യായ സംയമൈഹി യത്ര ഉപലബ്ധം തദ്ബ്രഹ്മ തേ ശുക്ലം ഹൃദയം. തദ്ബ്രഹ്മ തേ ശുക്ലം ഹൃദയം. ആ ബ്രഹ്മം, ആ ബ്രാഹ്മണകുലം, ഇവിടെ ബ്രഹ്മശബ്ദം കൊണ്ട് ബ്രാഹ്മണകുലം, തേ അങ്ങയുടെ ശുക്ലം ഹൃദയം, ശുദ്ധമായ ഹൃദയമാകുന്നു, അന്ധകരണമാകുന്നു. ബ്രഹ്മശബ്ദം ബ്രാഹ്മണ ശബ്ദം കൊണ്ട് ഭഗവാന്റെ ഹൃദയമായിട്ടാണ് പറയുന്നത്, ശുദ്ധമായ ഹൃദയം. അത് എങ്ങനെയുള്ള സത്ത്, വ്യക്തം, അവ്യക്തം. സത്ത് എന്നുള്ളത് കൊണ്ട് ഇപ്പോ അല്ലെങ്കിൽ എല്ലാ കാലത്തും ഉള്ളത്, ത്രികാല അബാധിതമായ സത്യം. അപ്പൊ നാശരഹിതമായതും, വ്യക്തം ഇപ്പോ വ്യക്തമായി കാണപ്പെടുന്നതും, അവ്യക്തം അൺമാനിഫെസ്റ്റ് ആയിരിക്കുന്നതും, അതിന്റെ കാരണഭാവവും, തതഃ ച പരം അതിനൊക്കെ പരമായിരിക്കുന്നതായിട്ടുള്ള ബ്രഹ്മവും, തപ സ്വാധ്യായ സംയമൈഹി എത്ര ഉപലബ്ധം. തപസ്, സ്വാധ്യായം, സംയമം, ഈ അനുഷ്ഠാനങ്ങളെ കൊണ്ട് ഏതൊരുവനിൽ ഉപലബ്ധം, ഇത് ഉപലഭിക്കപ്പെടുന്നുവോ അതാണ് ബ്രാഹ്മണ വംശം, ബ്രാഹ്മണ കുലം, ബ്രഹ്മ. അപ്പൊ ആരിലാണ് ബ്രഹ്മം കാണപ്പെടുന്നത്? ഈ ബ്രഹ്മത്തെ കാണാനുള്ള മാർഗമാണ് പറഞ്ഞത് തപസ്വാധ്യായ സംയമം. തപസ്സിലൂടെയും സ്വാധ്യായത്തിലൂടെയും ഇന്ദ്രിയ നിയന്ത്രണത്തിലൂടെയും ഈ ബ്രഹ്മ സാക്ഷാത്കാരം നേടിയവരെയാണ് ഇവിടെ ബ്രഹ്മ ശബ്ദം കൊണ്ട്, ബ്രാഹ്മണ ശബ്ദം കൊണ്ട് ഉദ്ദേശിച്ചത്. ആ ബ്രഹ്മം എന്താണ്? അത് സത്താണ്, വ്യക്തവും അവ്യക്തവുമാണത്. വ്യക്തവും അവ്യക്തവും സത്വമായിരിക്കുന്ന, കാര്യവും കാരണവും അതിനൊക്കെ അതീതവുമായിരിക്കുന്ന, ത്രികാല അബാധിതമായിരിക്കുന്ന വസ്തുവാണ് ബ്രഹ്മം. ആ ബ്രഹ്മത്തെ അറിയാനുള്ള മാർഗം തപസ്, സ്വാധ്യായം, അതുപോലെ സംയമം മുതലായവയാണ്. അങ്ങനെ ഈ പറഞ്ഞ മാർഗത്തിലൂടെ സഞ്ചരിച്ച് അതെല്ലാം അനുഷ്ഠിച്ച് ആരിലാണോ ഈ
ബ്രഹ്മം അഥവാ സത്തായ വസ്തു ഉപലബ്ധം, എപ്പോഴും അവൈലബിൾ ആയിരിക്കുന്നത് ആരാണോ ആ ബ്രഹ്മബോധവുമായിരിക്കുന്നത്, അവരെയാണ് ബ്രാഹ്മണർ എന്ന് പറയുന്നത്. അപ്പൊ ബ്രഹ്മജാനാതീതി ബ്രാഹ്മണ, ആത്മതത്വം അറിഞ്ഞവൻ, അവനാണ് ബ്രാഹ്മണൻ. അങ്ങനെയുള്ള ബ്രാഹ്മണകുലം തേ ശുക്ലം ഹൃദയം. അപ്പൊ ബ്രഹ്മജ്ഞാനികൾ അങ്ങയുടെ ഹൃദയമാകുന്നു. ആ ബ്രഹ്മജ്ഞാനികൾ ഇനിയും ഇനിയും ലോകത്തിൽ ഉണ്ടാകണം. ബ്രഹ്മജ്ഞാനികളെ ലോകം ബഹുമാനിക്കണം. ആ ബ്രഹ്മജ്ഞാനികളുടെ മാർഗം ലോകം പിന്തുടരണം. ഇതാണ് അങ്ങയുടെ ഉദ്ദേശ്യം. അതുകൊണ്ടാണ് അങ്ങ് ഈ ബ്രഹ്മജ്ഞാനികളായ ബ്രാഹ്മണരെ ബഹുമാനിക്കുന്നത്, പൂജിക്കുന്നത്, സ്തുതിക്കുന്നത്. അത് അടുത്ത ശ്ലോകം കൂടി ചേർത്ത് പറയുന്നു. തസ്മാത് ബ്രഹ്മകുലം ബ്രഹ്മൻ ശാസ്ത്രയോനേഹേ ത്വമാത്മനഃ സഭാജയസി സദ്ധാമ തദ്ബ്രഹ്മണ്യാഗ്രണീർഭവാൻ. തസ്മാത്, അത് ഹേതുവായിട്ട്. അപ്പോ അങ്ങയുടെ ഹൃദയമാണ് ബ്രഹ്മസാക്ഷാത്കാരം നേടിയ ഉത്തമന്മാരായ ബ്രാഹ്മണർ. അതുകൊണ്ട് ഹേ ബ്രഹ്മൻ, അങ്ങും ബ്രഹ്മജ്ഞാനിയാണ്, വേദസ്വരൂപനാണ്. അല്ലയോ ബ്രഹ്മൻ എന്ന് ഭഗവാനെ സംബോധന. ശാസ്ത്രയോനേഹേ ആത്മനഃ, അങ്ങ് വേദങ്ങളിലൂടെ അറിയപ്പെടേണ്ടവനാണ്. വേദമാണ് അങ്ങയെ അറിയാനുള്ള യോനി. യോനി എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രമാണം എന്നുള്ള അർത്ഥത്തിലാണ്. എവിടെ നിന്ന് ബ്രഹ്മത്തെ അറിയാം? ശാസ്ത്രത്തിലൂടെ. ശാസ്ത്രത്തിലൂടെയാണ് ബ്രഹ്മത്തെ അറിയാനുള്ള മാർഗം. ശാസ്ത്രമില്ലെങ്കിൽ ബ്രഹ്മത്തെ അറിയാൻ സാധ്യമല്ല. അപ്പൊ ശാസ്ത്രം നമ്മളെ കൈപിടിച്ച് നടത്തി ആ ബ്രഹ്മത്തെ കാണിച്ചു തരുന്നു. അപ്പൊ ശാസ്ത്രങ്ങളിൽ നിന്നാണ് ബ്രഹ്മം ഉണ്ടാവുന്നത് എന്ന മട്ടിലാണ് ഇവിടെ. അല്ലെങ്കിൽ ശാസ്ത്രമാണ് ബ്രഹ്മത്തെ നമുക്ക് അറിയിപ്പിക്കുന്ന സ്രോതസ്. യോനി എന്ന് പറഞ്ഞാല് സോഴ്സ് എന്നാണ്. സ്രോതസ്, സോഴ്സ്. ശാസ്ത്രമാണ് സോഴ്സ്. എന്തിന്? ബ്രഹ്മത്തിന്റെ സത്യത്വത്തെക്കുറിച്ച്, അതിന്റെ ലക്ഷണങ്ങളെക്കുറിച്ചൊക്കെ അറിയാം. അപ്പോ ശാസ്ത്രങ്ങളിലൂടെ അറിയപ്പെടേണ്ടവനായ വേദാന്ത വേദ്യനായ ആത്മനഃ, അങ്ങയുടെ സദ്ധാമ ബ്രഹ്മകുലം, അങ്ങയുടെ സദ്ധാമ ശ്രേഷ്ഠമായ ധാമം, വാസസ്ഥാനം, ബ്രഹ്മകുലം, ബ്രാഹ്മണ സമൂഹം, ബ്രാഹ്മണകുലം, ആ ബ്രാഹ്മണരുടെ ഹൃദയത്തിൽ അങ്ങ് വസിക്കുന്നു. അപ്പോ അങ്ങയുടെ ഹൃദയത്തിൽ ബ്രാഹ്മണരും വസിക്കുന്നു, ബ്രാഹ്മണരുടെ ഹൃദയത്തിൽ അങ്ങും വസിക്കുന്നു. നിങ്ങൾ അല്ലെങ്കിൽ ബ്രാഹ്മണരും ഭഗവാനും തമ്മിൽ ഭേദമില്ല. അപ്പൊ ബ്രഹ്മകുലം ഭഗവാന്റെ സദ്ധാമയാണ്, ഉപലബ്ധി സ്ഥാനമാണ്. ത്വം സഭാജയസി, അതുകൊണ്ട് അങ്ങ് ഈ ബ്രാഹ്മണകുലത്തെ സഭാജയസി, സമ്യക് ഭാജയസി, ഭാജനം ചെയ്യാന്ന് പറഞ്ഞാൽ പൂജിക്കുക, സൽക്കരിക്കുക. അങ്ങ് സൽക്കരിക്കുന്നു. തത് ഭവാൻ ബ്രഹ്മണ്യാഗ്രണീഹി, അതുകൊണ്ട് തന്നെ അങ്ങ് ബ്രഹ്മണ്യന്മാരിൽ അഗ്രണിയാകുന്നു. ബ്രഹ്മണ്യന്മാരെന്നാൽ ബ്രാഹ്മണരെ ബഹുമാനിക്കുന്നവർ, ബ്രാഹ്മണരെ പൂജിക്കുന്നതിൽ വെച്ച് അങ്ങ് മുമ്പേ നടക്കുന്നവനാണ്. അഗ്രണീ, അഗ്രേ നയതീതി അഗ്രണീ, മുമ്പേ നടന്ന് മറ്റുള്ളവരെ നയിക്കുന്നവൻ, പയനിയർ എന്നർത്ഥമാണ് അഗ്രണീ. അപ്പോ അങ്ങ് യു ആർ ദ ഫോർമോസ്റ്റ് എമംഗ്സ്റ്റ് ബ്രഹ്മണ്യാസ്, ബ്രഹ്മണ്യന്മാരിൽ ബ്രാഹ്മണരെ ബഹുമാനിക്കുന്നവരിൽ വെച്ച് അങ്ങാണ് ഏറ്റവും ശ്രേഷ്ഠൻ, അഗ്രണിയായിരിക്കുന്നത്. അങ്ങയുടെ ഹൃദയം തന്നെയാണ് ബ്രാഹ്മണർ, ബ്രാഹ്മണരുടെ ഹൃദയത്തിലാണ് അങ്ങ് വസിക്കുന്നത്. അങ്ങയെ അറിയാനുള്ള വഴിയാണ് ശാസ്ത്രം. ആ ശാസ്ത്രങ്ങളൊക്കെ നിലനിർത്തുന്നവരാണ് ഈ മഹാത്മാക്കൾ. ശാസ്ത്രങ്ങളെ സത്ശാസ്ത്രങ്ങളാക്കുന്നവരാണ് ഈ മഹാത്മാക്കൾ.
തീർത്ഥീകുർവന്തി തീർത്ഥാനി സത്ശാസ്ത്രീകുർവന്തി ശാസ്ത്രാണി. മഹാത്മാക്കൾ എന്താ ചെയ്യുന്നത്? അവരുടെ സ്പർശം കൊണ്ടാണ് തീർത്ഥങ്ങൾ തീർത്ഥങ്ങളാവുന്നത്. തീർത്ഥീകുർവന്തി തീർത്ഥാനി സത്ശാസ്ത്രീകുർവന്തി ശാസ്ത്രാണി. ഈ മഹാത്മാക്കൾ ജീവിച്ച് ആ പരമസത്യത്തെ സാക്ഷാത്കരിച്ച് കാണിച്ചു തരുന്നു. അതിലൂടെ ഈ ശാസ്ത്രങ്ങൾക്കൊക്കെ സദ്ഭാവം വരുന്നു. ഓ, ഇതെല്ലാം സത്യമാണ്, ഇതെല്ലാം ഉട്ടോപ്പിയൻ തിയറികളല്ല, ഇതെല്ലാവർക്കും പിന്തുടർന്നാൽ ലക്ഷ്യം പ്രാപിക്കാവുന്നതാണ് എന്നുള്ള വിശ്വാസം ലോകത്തിന് ഉണ്ടാക്കി കൊടുക്കുന്നവരാണ് ഈ മഹാത്മാക്കൾ. അപ്പോ അങ്ങനെയുള്ള അങ്ങ് ഈ മഹാത്മാക്കളെ പൂജിക്കുന്നു എന്നുള്ളത് വെറുതെയല്ല. അങ്ങ് വസിക്കുന്നത് അവരിലൂടെയാണ്. അങ്ങ് ബ്രാഹ്മണരെ പൂജിക്കുന്നവരിൽ വെച്ച് അഗ്രണിയും ആകുന്നു. ഇങ്ങനെ പറഞ്ഞ് ഭഗവാൻ എന്തുകൊണ്ട് ബ്രാഹ്മണരെ പൂജിക്കുന്നു എന്നുള്ളതിൻ്റെ വളരെ നല്ല വ്യാഖ്യാനം നൽകി. ഇനിയും തുടരുന്നുണ്ട് അവരുടെ സംവാദം. നമുക്ക് നാളെ നോക്കാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. നാളെ നോക്കാം.